നന്ദി കർത്താവെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന സമയമാണ്. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ വീര്യപ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ബലത്തോടെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേലോ എന്റെ ഭവനത്തിന്റെ മേലോ അവകാശമില്ല. ആമേൻ. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ, വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ പോകാം. ആമേൻ. തുടർച്ചയായി നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു. തുടർമാനമായി നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് നമുക്ക് കർത്താവിൽ അത്ഭുതങ്ങളോട് തന്നെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. വിശ്വാസം ഒരു കറൻസിയാണ്. ദൈവവുമുള്ള ബന്ധം വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. വിശ്വാസം ദൈവരാജ്യത്തിലെ നന്മ. ആമേൻ. ഞാൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു ചാലകമാണ്, അല്ലെങ്കിൽ ഒരു കറൻസിയാണ്. ഭൂമിയിൽ കറൻസി ഉള്ള പോലെ തന്നെ ദൈവരാജ്യത്തിന്റെ നന്മകളെ പ്രാപിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ചാലകമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ വർധനവും വിശ്വാസത്തിന്റെ വേരിയേഷനുകളും നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കുന്നു, അത്രത്തോളം പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും? കർത്താവ് നമ്മളെ ജീവിതത്തിൽ അത്ഭുതമാക്കി മാറ്റും. ആമേൻ. ഇന്ന് നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ മറ്റൊരു ദൈവിക വചനവുമായിട്ട് ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇടപെട്ട ഒരു വചനോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഇന്ന് സദൃശവാക്യങ്ങൾ അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്കത് പോകാം. ഇന്ന് നമ്മൾ വുമൻസ് മീറ്റിംഗിൽ പ്രിയാൻ സിസ്റ്റർ സംസാരിച്ച വാക്യം നമുക്ക് കേട്ടായിരുന്നു. അല്ലെ, ഏതായിരുന്നു വാക്യം എന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് കേട്ട വചനം യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, അല്ലെ? എന്നാൽ അതുമായിട്ട് തന്നെ ഇന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ഹൃദയം അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ നിസ്സാരമെന്ന് പറയുന്ന പല വാക്കുകൾക്കും വളരെ വളരെ വിലയുണ്ട്. ഇന്ന് ഈ സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കാണാൻ കഴിയുന്നുണ്ടല്ലോ. വചനം പറയുന്നത്, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾ നിന്റെക്ക് ചെവി ചായ്ക്കുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക, അവയെ കിട്ടുന്നവർക്കും അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ ഉത്ഭവിക്കുന്നത് അതിനാലല്ലോ എന്ന് പറയുന്നു. ആമേൻ. ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിക്കണം. മകനെ എൻ്റെ വചനത്തിന് ശ്രദ്ധ തരിക. ദൈവവചനത്തിൽ ഒത്തിരി 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 പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതിനപ്പുറമായ ദൈവവചനത്തിന് അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും. ഇന്ന് ഞാൻ ആ ഒരു വാക്യം, സദൃശവാക്യത്തിൽ പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് മാത്രം ഒന്നൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആമേൻ. നോക്കിക്കേ, കീപ് ദൈ ഹാർട്ട് വിൽ ഓൾ ദ ഡിലിജൻസ് ഫോർ
ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ മ്യൂട്ടായി പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആമേൻ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയായിരുന്നു. ഓക്കെ, നിങ്ങൾ എവിടം വരെ കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ നേരെ ചെവി ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ നിന്നും അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു എന്ന് പറഞ്ഞു. ആമേൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ നിസ്സാരമായി കണക്കാക്കുന്ന ചില ആളുകളോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അവർ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ കർത്താവിൻ്റെ വചനത്തിലായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് ആയിരിക്കുമ്പോൾ തന്നെ, അവിടെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വാക്കുണ്ട്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഗാർഡ് യുവർ ഹാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഹൃദയത്തെ ഗാർഡ് ചെയ്യുക, നിന്റെ ഹൃദയത്തെ പൊതിയുക. പല വേർഷനിൽ ഞാൻ നോക്കിയ സമയത്ത് അവിടെ എല്ലാം കൊടുത്തേക്കുന്ന വാക്യം ഇതാണ്, നിന്റെ ഹൃദയത്തെ പൊതിയുക. അപ്പൊ ഹൃദയത്തിൽ എന്തുണ്ട്? നിങ്ങൾ 20-ാം വാക്യം മുതൽ കേട്ടതിൻ്റെ അകത്ത് എന്തുണ്ട്? ഹൃദയത്തിൽ എന്ത് കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞു വരുന്നത്? ഒന്ന് പറഞ്ഞേ. വിശ്വാസം. വചനം. അതോ ഞാൻ പറഞ്ഞത് 20-ാം വാക്യം മുതൽ കേട്ട് വരണം. മകനെ, എൻ്റെ വചനത്തിന് ചെവി തരിക, എൻ്റെ മൊഴികൾ നിന്റെക്ക് ചെവി ചായ്ക്കുക. അവ ഏത് വചനം നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. അതുകൊണ്ട് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകല ജാഗ്രതയോട് കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അവിടുന്നല്ലോ. ഗാർഡ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ ഗാർഡ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ മതിൽ കെട്ടി ഗേറ്റ് വെക്കും. എന്തിനാ ഗേറ്റ് വെക്കുന്നത്? അനധികൃതമായിട്ട് ആരും പ്രവേശിക്കാതിരിപ്പാൻ, അല്ലേ? നമ്മുടെ ഭവനത്തിലേക്ക് അനാവശ്യമായിട്ടോ അനധികൃതമായിട്ടോ ആളുകൾ വരാതിരിപ്പാൻ വേണ്ടി നമ്മളൊരു മതിൽ കെട്ടി ഗേറ്റ് വെക്കും, അല്ലേ? ഇതിനെ ഗാർഡ് ചെയ്യുന്നു. നമ്മുടെ ഭവനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൊതിയുന്നു. ഹല്ലേലൂയ. ഈ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിന്റെ കാരണം സെക്യൂർ ആക്കുകയാണ്. ആമേൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തെ സെക്യൂർ ആക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്ത് വചനം ഇരിപ്പുണ്ട്. എന്തിനായിരിക്കാം ഈ വചനമുള്ള ഹൃദയം സെക്യൂർ ആക്കാൻ? ലൈക്ക് എ പ്രിസൺ എന്നാണ് ഞാൻ അതിന്റെ ഗ്രീക്ക് വേർഷൻ നോക്കിയ സമയത്ത്. ലൈക്ക് എ പ്രിസൺ. ഒരു പ്രിസൺ എങ്ങനെയാണോ, ഒരു ജയിലിന്റെ അകത്ത് എങ്ങനെയാണോ ഹൃദയത്തെ ഇട്ടിരിക്കുന്നത്, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന് പറയും. എന്തുകൊണ്ടായിരിക്കാം ഈ വചനമുള്ള ഹൃദയത്തെ ജയിലിൽ അടച്ചതുപോലെ ഗാർഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്തായിരിക്കാം? കേട്ടെ, അവിടെ നിന്നാണ് ജീവന്റെ ഉത്ഭവം. കണ്ടോ? നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ നിങ്ങൾ ജീവനിൽ വാഴും. ഞാൻ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി ലൈവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് യാദൃശികമായിട്ട് പെട്ടെന്ന് യൂട്യൂബിലേക്ക് അത് ലൈവ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നൊരു ന്യൂസ് കൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ഇന്ത്യയിലെ വലിയൊരു വ്യവസായി എന്ത് ചെയ്തു? പെട്ടെന്ന് മരണപ്പെട്ടു. നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആ വാർത്ത കണ്ടു കാണും, അല്ലേ? ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡർ, അദ്ദേഹം വെടിവെച്ച് മരണപ്പെട്ട ഒരു വാർത്ത ഞാൻ ഇപ്പോഴാണ് ഒരു യാത്ര കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് ഞാനത് കണക്ട് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഷോക്കായിപ്പോയി. കാരണം നമ്മൾ പലപ്പോഴും നേരിട്ട് പരിചയമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ കാണാറുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ കാണാറുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. കാരണങ്ങൾ ഒത്തിരി നമുക്കറിയാം, പിന്നെ ഒത്തിരി കാരണമുണ്ട്, അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കേ, പലപ്പോഴും ജീവിക്കേണ്ട സ്ഥാനത്ത് മരണത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്തയാണ് ആത്മഹത്യയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആ മരണത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. എന്തുവായിക്കോട്ടെ. അപ്പൊ നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ഈ ജീവൻ എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ എന്തിനാണ് ഇതിനെ സൂക്ഷിക്കുവാൻ പറയുന്നതിന്റെ കാരണം? ഒറ്റ കാരണം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ യേശു വിത്തിന്റെ ഉപമ പറയുന്ന സമയത്ത് ഒരു വാക്കുണ്ട്. പിന്നെ അവനോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ, പിന്നെ മറ്റു ഉപമകൾ എങ്ങനെ ഗ്രഹിക്കും? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികിൽ വീണതോ, കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തുകൊണ്ടുപോകുന്നു. കണ്ടോ?
ഇതാണ് ഗാർഡ് യുവർ ഹാർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക, വേലി കെട്ടി നിങ്ങൾ ഇതിനെ സൂക്ഷിക്കുവാൻ പറയാൻ കാരണം സാത്താൻ വന്ന് ഈ വചനത്തെ എടുക്കും. അപ്പൊ എന്റെ ചോദ്യം, സാത്താൻ എങ്ങനെയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനത്തെ എടുക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചുരുക്കി പറയണം. എങ്ങനെയായിരിക്കാം? ആകുലതകളിട്ട് ഭാരങ്ങൾ, ചുറ്റു സാഹചര്യങ്ങൾ, അവിശ്വാസം, പ്രയാസങ്ങൾ മനസ്സിന് തലട്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ പലപ്പോഴും പല ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വചനം കാണാപ്പാഠം പഠിച്ചിട്ട് മറന്നു പോകുന്നവരുണ്ട്? അപ്പൊ പൊതുവെ നമ്മൾ പറയുന്ന ഒരു പദപ്രയോഗമാണ്, സാത്താൻ വന്ന് ഞാൻ കാണാപ്പാഠം പഠിച്ച വചനം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. പൊതുവെ നമ്മൾ അതിനാണ് ഈ വാക്യം വെച്ച് പലരും പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ കാണാപ്പാഠം പഠിച്ചേക്കുന്ന വചനം മൊത്തം മറന്നു പോകുന്നു. അപ്പൊ സാത്താൻ വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? എൻ്റെ ഉള്ളത്തിൽ നിന്ന് ആ വചനം കട്ടുകൊണ്ട് പോകുന്നതാണ് നമ്മൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതല്ല, അത് മറവി രോഗമാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം, കർത്താവെ എൻ്റെ സകല ആ മറവി കൊണ്ടിരുന്ന ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചോണം യേശുവിന്റെ നാമത്തിൽ. അതല്ല, ശരിക്കും മറന്നു പോകുന്നതല്ല. അപ്പം മറന്നു പോകുന്നതല്ല പലപ്പോഴും സാത്താൻ കൊണ്ടിരുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. യാചിക്കാന്നല്ല, ചോദിക്കണം. കാണാൻ പറ്റുന്നുണ്ടല്ലോ, യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന തിരമാലയ്ക്ക് സമം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് നിരൂപിക്കരുത്. അടുത്ത വാക്യം, ഇരുമനസ്സുള്ളവൻ. നോക്കിക്കേ, ഇരുമനസ്സുള്ളവൻ. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. രണ്ട് മനസ്സ്, നമ്മൾ പറഞ്ഞില്ല ഇരുമനസ്സെന്ന് പറയത്തില്ല, ഇരുമനസ്. എന്താണ് ഇരുമനസ്സെന്ന് ഞാൻ പറഞ്ഞത്? ഇങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്നും വല്ലതും കിട്ടുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. ആമേൻ. പലപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ വചനം കാണാപ്പാഠം അറിയാമെങ്കിലും നമ്മുടെ അകത്ത് ഇരുമനസ്സുണ്ട്. നോക്കിക്കേ, എ ഡബിൾ മൈൻഡഡ് മാൻ ഈസ് അൺസ്റ്റേബിൾ ഇൻ ഓൾ ഹിസ് വേ എന്ന് പറഞ്ഞേക്കുന്നത്. അൺസ്റ്റേബിൾ ആയിരിക്കും, ഡബിൾ മൈൻഡ് ആയിരിക്കും. എന്താണ് ഈ ഡബിൾ മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞത്? പെട്ടെന്ന് നമുക്ക് ഇത് മനസ്സിലാകത്തില്ല, നമ്മൾ ഡബിൾ മൈൻഡിലാണോ അല്ലയോ എന്ന്. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഈ രോഗത്തിന്റെ കാര്യത്തിൽ പറയാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വിശ്വാസം പറയാറുണ്ട്, ചിലപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു വാക്കാണ്, നമുക്ക് രോഗം വരത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ചിലപ്പോൾ നമുക്കൊക്കെ രോഗം വരുമെന്നോ നാളെ നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ പറയാം, എല്ലാം ദൈവം തമ്പുരാന്റെ കയ്യിലല്ലേ. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. ഒട്ടുമുക്കാലും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, നമുക്കറിയാൻ പറ്റും നമ്മുടെ നാളത്തെ ഭാവി എന്തായിരിക്കുമെന്ന്. ചിലപ്പോൾ നമുക്ക് രോഗം വന്നേക്കാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ച വന്നേക്കാം, ചിലപ്പോൾ പ്രതിസന്ധി വന്നേക്കാം, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ സംഭവിച്ചതില്ലെന്നിരിക്കാം. അതെല്ലാം തമ്പുരാന്റെ കയ്യിലല്ലേ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? ഇതൊരു ഡബിൾ മൈൻഡ് ആണ്. ശ്രദ്ധിച്ചേ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ഇന്ന് തീരുമാനിക്കുന്ന ആളുടെ പേരാ വിശ്വാസി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പായിരിക്കണം. ബൈബിളിലൊരു വാക്യമുണ്ട്, ഇന്നലെയും ഇന്നും യേശു മാറാത്തവൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പുല്ലുണങ്ങും പൂവാടും, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. 2028 കാലാവസ്ഥ മാറിയാലും, ജീവിത നിലവാരങ്ങൾ മാറിയാലും, കറൻസിക്ക് വേറെ വ്യത്യാസം വന്നാലും, ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞാലും, ലോകത്തിൽ ഭൂകമ്പം ഉണ്ടായാലും, പ്രതിസന്ധി ഉണ്ടായാലും, സുനാമി വന്നാലും, എന്ത് വന്നാലും പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. പക്ഷേ നമ്മൾ ഈ വചനം നമ്മുടെ അകത്തിരിക്കുമ്പോൾ ദുഷ്ടൻ വന്ന് നമ്മുടെ അകത്ത് വിതച്ച വചനം എടുത്തുകൊണ്ട് പോകേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അകത്തേക്ക് കളകൾ വിതയ്ക്കും. കള വിതയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കള കയറി നല്ല വിത്തിനെയും കൂടെ കേടാക്കും. ഇങ്ങനെയാണ് പിശാച് വന്ന് വചനം എടുത്തോണ്ടു പോകുന്നത്. ആമേൻ. നോക്കിയേ, മർക്കോസിന്റെ സുവിശേഷം 4-ാം വാക്യത്തിൽ പറയുന്നു, വചനം കേട്ട ഉടനെ സാത്താൻ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. ആമേൻ. എങ്ങനെ എടുത്തു കളയുന്നത്? ഡബിൾ മൈൻഡഡ്, ഇരുമനസ്സുള്ള ആളുകൾ. എ ഡബിൾ മൈൻഡഡ് മാൻ ഈസ് അൺസ്റ്റേബിൾ ഇൻ ഓൾ ഹിസ് വേ. എല്ലാ വഴിയിലും അവൻ അൺസ്റ്റേബിൾ ആയിരിക്കും. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, എനിക്ക് അറിയാവുന്ന പല ആൾക്കാരും ഇങ്ങനെ കോമൺ ആയിട്ട് പറയാറുണ്ട്. അവർ ഇങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ നമുക്ക് നാളെ അറിയത്തില്ലല്ലോ നമ്മുടെ ഭാവി.
നമുക്ക് എന്തായിത്തീരുന്ന അറിയാം. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറഞ്ഞൊരു വാക്കുകൊണ്ടോ, സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഗാർഡ് യുവർ ഹാർട്ട്. കാര്യം എന്തുവാണെന്നറിയോ? ജീവൻ ഉത്ഭവിക്കുന്നത് അവിടുന്നാണ്. ജീവൻ, മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ജീവൻ ഉത്ഭവിക്കുന്ന സ്ഥലം, ജീവൻ ഉത്ഭവിക്കുന്ന സ്ഥലം. എന്റെ അർത്ഥം, ഒരു അത്ഭുതം നടക്കുന്നത് എൻ്റെ ഉള്ളത്തിൽ നിന്നാണ്. എൻ്റെ ജീവിതത്തിന്റെ അകത്ത്, എൻ്റെ എല്ലാ വിഷയത്തിന്റെ മേലെ ഒരു അത്ഭുതം ഉണ്ടാകുന്ന ആദ്യം എൻ്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന വചനം. ഇത് വിശ്വാസമായി, വിശ്വാസത്തിന്റെ അകത്തുനിന്ന് അത്ഭുതങ്ങളായി പുറത്തേക്ക് ഒഴുകുന്നു. ഇനി ശ്രദ്ധിച്ചോണം, എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ഗാർഡ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ദൈവത്തിന്റെ വചനം ഒരു പരിച പോലെയാണ്, അല്ലേ? വിശ്വാസം എന്നത് വിശ്വാസം എന്ന പരിച എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലേ? ശ്രദ്ധിച്ചോണം, കർത്താവിന്റെ വചനം നിങ്ങൾ എല്ലാ ദിവസവും, ഇപ്പൊ ഉദാഹരണം പറയുക, ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണ്, എന്താ ഉദാഹരണം, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. കർത്താവ് എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു, എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ഞാൻ കർത്താവിന്റെ നാമം. അപ്പൊ മനസ്സിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമോ രോഗമോ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിന്റെ അകത്തൊരു ചിന്ത, ഈ രോഗം വരുമ്പോൾ തന്നെ രോഗം മരണത്തിന്റെ ചിന്ത കൊണ്ടുവരും. ഉടനെ നമ്മുടെ അകത്ത് എന്തുണ്ടാകും? സംശയങ്ങളുണ്ടാകും. അപ്പൊ എന്താണ് ഈ സംശയം വരുന്നതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇത് കള വിതയ്ക്കുന്നതാണ്. സംശയങ്ങൾ വിതയ്ക്കുന്നതാണ്. സംശയം വിതയ്ക്കുമ്പോൾ ബൈബിൾ പറയുന്നു, വിശ്വാസം എന്ന പരിച. നോക്കിക്കേ, ഇന്നാൾ പറഞ്ഞായിരുന്നു എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, വിശ്വാസം എന്ന ദുഷ്ടന്റെ തീയമ്പുകളെ തടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും, 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ വാർഫെയറിനെ പറ്റി പറഞ്ഞു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും, നോക്കിക്കേ, എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവേശുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. കണ്ടോ? ഇടിച്ചു കളയണം. എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനെ ഗാർഡ് ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ വീടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു മതിൽ കെട്ടി ഗേറ്റ് വെക്കുന്നു. കാര്യം എന്ന് അറിയോ? അനധികൃതമായിട്ടൊന്നും വരരുത്. ആമേൻ. ഇതേപോലെ തന്നെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം. 24-ാമത്തെ വാക്കുണ്ടോ? സദൃശവാക്യത്തിലെ വാക്കുണ്ടോ? വായുടെ വക്രത നിങ്ങളിൽ നീക്കിക്കളയണം. നോക്കിക്കേ, വായുടെ വക്രത. എന്താ ഈ വായുടെ വക്രത? ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി സംസാരിക്കുന്ന നാവ്, ചിന്തകൾ പറയരുത്. അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയണം. എനിക്കിതിൻ്റെ ഒരു നല്ല മലയാളം പറഞ്ഞു തരാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 24-ാമത്തെ വാക്യം. കപടത നിറഞ്ഞ സംസാരം. എങ്കിലും കുറച്ചുകൂടെ നമുക്ക് നല്ല ഒരു ലോക്കൽ മലയാളം ഒന്ന് പറഞ്ഞേ. കാപട്യം നിറഞ്ഞത്, അനാവശ്യമായ പൊട്ടത്തരം സംസാരിക്കരുത്, വായി തോന്നുന്നൊന്നും പറയരുത്, വികലമായ സംസാരം, കാര്യങ്ങളെ പറയാതിരിക്കുക, വെള്ളം പറയരുത്, അവിശ്വാസം, മൗനമായിരിക്കുക. ഈ ഒറ്റ വാക്ക് ഞാൻ മനസ്സിലാക്കി പറഞ്ഞു തരാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തുവായിരുന്നു? ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടായി. ഇതിന് വിരോധമായി സംസാരിക്കുന്നതാണ് വക്രതയുള്ള വായ എന്ന് പറയുന്നത്. ഭോഷ്ക് എന്ന് പറയും, പൊട്ടച്ചൊല്ല്, കളിവാക്കെന്നൊക്കെ പറയും. ഇത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും, പക്ഷേ നിങ്ങൾ വേലി പൊളിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഭയങ്കര പ്രാർത്ഥനയാ. യാക്കോബ് പറയുന്നു, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് നിരൂപിക്കുകയും ചെയ്യരുത്. കണ്ടോ? വായി തോന്നുന്ന എല്ലാം നമ്മൾ വിളിച്ചു പറയുകയും ചെയ്യും. ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര സ്തോത്രമാണ്, ഭയങ്കര കാലവലിയാണ്, ഭയങ്കര ബൈബിൾ വാക്യാണ്. ഒരു കർത്താവേ, നീ എന്നെ പ്രവർത്തിക്കാത്തത്. യാക്കോബ് വ്യക്തമായിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളവൻ കർത്താവിങ്കിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. കാര്യം നമ്മൾ ഇരുമനസ്സുള്ളവരാണ്. അപ്പൊ എന്താണ് ഇരുമനസ്സ് എന്ന് പറയുന്നത്? ഇരുമനസ്സ്. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ പറയുന്ന കാര്യങ്ങളെയും വിശ്വസിക്കുന്ന കാര്യങ്ങളെയും പറ്റി നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഒരു ബോധം ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർ പറയും, ഇന്ന് നമ്മുടെ ജീവിതം നമ്മുടെ നിന്നുമല്ല, എല്ലാം തമ്പുരാന്റെ കയ്യില്. തമ്പുരാന്റെ കയ്യിലാണ്. തമ്പുരാൻ നമുക്ക് വചനം തന്നിട്ടില്ലേ? ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് വ്യക്തമായി പറയുന്ന, യഹോവ എന്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലായിടത്തും. ഇതിന് വിരോധമായി ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് കാണാം. ബ്രദറെ, ശരിയാ, ഞാൻ ഈ വചനമൊക്കെ പറയുന്നുണ്ട്. ഈ വചനം പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന വചനത്തിന്റെ അനുഗ്രഹങ്ങളൊന്നും അല്ലല്ലോ ഞാൻ കാണുന്നത്. ശ്രദ്ധിച്ചോണേ.
മനസ്സിൻ്റെ അകത്തൊരു ഭാരം വന്നില്ല. ശരിയാ ബ്രദറെ, കാര്യമൊക്കെ ശരി, ഞാൻ കേൾക്കുന്നത് പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പറഞ്ഞുതരാം. പലപ്പോഴും കേൾക്കുന്നത് കാണാൻ കഴിയാത്തതിന്റെ കാരണം ദുഷ്ടൻ എന്തു ചെയ്യുന്നു? ഹൃദയത്തിൽ വിതച്ചിരിക്കുന്നു. ഈ വിതച്ചിരിക്കുന്ന വിത്തുകളെ കളകൾ, അതാണ് വചനത്തിൽ യേശു പറഞ്ഞിട്ട്, വിത്തിന്റെ ഒപ്പം കളയും വളർന്നു വരും. ഈ കളയെ നമ്മൾ എന്ത് ചെയ്യണം? കളയണം. ഈ കള കളയുവാൻ എന്നാ വഴി? ഈ വാക്ക് നോക്കി, സദൃശവാക്യത്തിൽ നോക്കി, ആദരങ്ങളുടെ വികടം നിങ്കൽ നീട്ടിക്കളണം. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണി ചൊവ്വേ മുമ്പോട്ട് മിഴിയട്ടെ, നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിന്റെ ദോഷം വിട്ടുമാറുക. കഴിഞ്ഞ ദിവസം നമ്മൾ സങ്കീർത്തനത്തെ കേട്ടായിരുന്നു അല്ലേ? ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് പ്രകാശം. എത്ര വരെ വാക്യം ഓർക്കുന്നുണ്ട്? ഞാൻ എനിക്കൊന്ന് ശനിയാഴ്ചത്തെ വാക്യം തന്നല്ലേ? ദൈവത്തിന്റെ വചനം ആമേൻ. സങ്കീർത്തനം 119 105 അല്ലേ? റീത സൗര്യ വാക്യം കാണിച്ചിട്ടുണ്ടല്ലേ? 119 105. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഈ വചനം ഒരിക്കലും ഒരു സ്ഥലത്ത് അതിന്റെ എണ കിടപ്പുണ്ട് എപ്പോഴും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഓർക്കും, നിന്റെ കാല് മൊത്തവും നോക്കി, സദൃശവാക്യത്തിൽ പറയുന്നു നിന്റെ കാലുകളുടെ പാത നിരപ്പാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവ് ഇന്ന് പോലെ നേരെ നടക്കാൻ പോകും എന്നല്ല അതിന്റെ അർത്ഥം. പകരം 118 സങ്കീർത്തനത്തിന്റെ 105 അതിന്റെ വ്യക്തമായി സംസാരിക്കുന്ന എന്തുവാണ്? കർത്താവിന്റെ വചനം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇനി ഈ വാക്യം നോക്കിക്കേ, എൻ്റെ കാലുകളുടെ പാത നിരപ്പാക്കുന്നു. എന്തുകൊണ്ട്? എനിക്ക് വെളിച്ചമുണ്ട്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ യാത്ര ചെയ്യുന്ന നരകത്തിലേക്കോ നാശത്തിലേക്കോ അല്ല, പകരം ഞാൻ ദൈവത്തിന്റെ അത്ഭുതത്തിലേക്ക് പറഞ്ഞ് 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 യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, ഞാൻ ഇത്രയും ദിവസം പറഞ്ഞിട്ടും ബ്രദറെ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. കോട്ടയത്ത് നിന്ന് ബസ്സിൽ കയറിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ നിൽക്കുന്ന വഴിക്ക് ആരോ പറഞ്ഞു കൊല്ലത്ത് വെച്ച് ഭയങ്കര ബ്ലോക്ക്. കൊട്ടാരക്കര കഴിഞ്ഞപ്പോഴേക്ക് ആരോ പറഞ്ഞു, എൻ്റെ ദൈവമേ വലിയ പ്രകടനം വരുന്നുണ്ട്. മനസ്സിൻ്റെ അകത്ത് ഭാരം, ഈ വണ്ടി തിരുവനന്തപുരത്ത് ചെല്ലുമോ എന്നൊരു ചിന്ത വരുമ്പോൾ ഓടിക്കുന്ന ഡ്രൈവർ പറയും, പേടിക്കാതെ അവിടെ ഇരിക്കുക. കണ്ടോ? ഈ വഴിയിലുള്ള വിഷയത്തെ നോക്കുമ്പോഴായി പ്രശ്നം മൊത്തവും. ലക്ഷ്യം അങ്ങോട്ട്, അതിന്റെ ബോർഡ് തിരുവനന്തപുരത്തേക്കാണ്. ഓക്കെ, നിന്റെ കാലുകളുടെ പാത നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്. ആ ടോർച്ചയിലോട്ട് നോക്ക്, എങ്ങോട്ടാ ഇത് പോയിന്റ് ചെയ്യുന്നത്? അടുത്ത വാക്യം, എൻ്റെ പാതയിൽ ഒരു പ്രകാശമുണ്ട്. ഈ പ്രകാശം ചൂണ്ടുന്നത് എന്നാണെന്നറിയാവോ? ഈ വചനത്തിന്റെ ലൈറ്റ് നേരെ പോകുന്നത് ഇതിന്റെ നിവർത്തിയിലേക്കാണ്. ഇടയിൽ വരുന്നത് നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്. കണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരങ്ങൾ കോട്ടയത്തെ പ്രാർത്ഥനയ്ക്ക് ഗീതാ സിസ്റ്ററും 3-4 പേരും എന്ത് ചെയ്തു? കൊല്ലത്തുനിന്ന് അവര് കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക്, നിങ്ങളെ ഓർത്ത് ഞാൻ പല ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ പ്രത്യേകിച്ച് പല പ്രാർത്ഥനയിൽ ഞാൻ പലയിടത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അവർ ട്രെയിൻ വരാൻ വേണ്ടി കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ ട്രെയിനോ ബസ്സിനോ കൊല്ലത്തുനിന്നോ കോട്ടയത്തുനിന്നോ അവർ ഏറിയെന്നിരിക്കട്ടെ, പകരം എത്തിയ സമയത്ത് ട്രെയിൻ എവിടെയൊക്കെയോ നിർത്തുന്നു. ട്രെയിൻ എവിടെയൊക്കെയോ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ മനസ്സിൻ്റെ അകത്ത് ഭയം, അയ്യോ ട്രെയിൻ അവിടെ ചെല്ലുമോ? കണ്ടോ? അതിനേക്കാൾ ഏറ്റവും നല്ല വഴി ആ കണ്ണടച്ചും കിടക്കുക. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് വേണം, അവരെ വരവ് മാത്രം പറഞ്ഞതാ. ഈ ഇടവും വലവും നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. നോക്കിക്കേ, ആ വാക്കുകൊണ്ട് 105 സങ്കീർത്തനം നോക്കിക്കേ. അപ്പൊ ദൈവവചനം കൊണ്ട് നിങ്ങളെ തന്നെ എന്ത് ചെയ്യാം? വഴി തുറക്കുക, നമ്മളെ തന്നെ ഗാർഡ് ചെയ്യുക. നമ്മുടെ ജീവിതം ഇറങ്ങുമ്പോൾ, വീടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറ, ഓ ഇന്നത്തെ ദിവസം ഭയങ്കര ഇന്നത്തെ ദിവസം കർത്താവെ ശരിയായാൽ മതിയാ. ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങിയാൽ ശരിയാകത്തില്ല. ഇറങ്ങുമ്പോൾ പറയാം, കർത്താവെ ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിന്റെ ജോലി സ്ഥലത്ത് ഒരു അത്ഭുതം കാണും. ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ ജോലി സ്ഥലത്ത് ഒരു അത്ഭുത സാക്ഷ്യമാകും. ഇങ്ങനെ പറഞ്ഞിട്ട് പൊക്കെ. അപ്പൊ നമ്മൾ പറയാം, ഓ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പക്ഷെ പറയുവാണെ, ഓ ഇന്നത്തെ ദിവസം നന്നായാൽ മതിയായിരുന്നു. ഇത് രണ്ട് ഇരു മനസ്സായത്, ഡബിൾ മൈൻഡഡാ. കാര്യം വചനം അകത്തുകൊണ്ട് പറയുന്നത് വേറെയാ. ഇതാണ് കള, ഇതാണ് പിശാച് വചനം എടുക്കുക എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അത്ഭുതം ഉണ്ടാകത്തില്ല. ഇരുമനസ്സിന്റെ, ഡബിൾ മൈൻഡഡ്, ഇതിന്റെ അകത്ത് അത്ഭുതം ഉണ്ടാകത്തില്ല. നോക്കിക്കേ, സദൃശവാക്യത്തിൽ പറയുന്നു, നിന്റെ കണ്ണുകൾ നേരെ നോക്കട്ടെ. അപ്പൊ നമ്മുടെ ചിന്ത എന്തുവാ? കണ്ണ് നേരെ നോക്കാൻ അർത്ഥം എന്തുവാ?
താഴോട്ട് നോക്കരുതാണ് അർത്ഥം. വചനത്തിലേക്ക് നോക്കുക. ഇനി ഒന്നുകൂടെ പറയാം, സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ എന്റെ കണ്ണുകൾ ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. പറയണം, ബാങ്കുകാർ നോ പറഞ്ഞു, ഹോസ്പിറ്റലുകാർ നോ പറഞ്ഞു, നാട്ടുകാർ നോ പറഞ്ഞു, കുടുംബക്കാർ നോ പറഞ്ഞു, സകലരും നോ പറഞ്ഞു. പക്ഷെ ബൈബിൾ പറയും, നിന്റെ കണ്ണ് അവരിലോട്ടല്ല നോക്കേണ്ടത്. എന്റെ സഹായം വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്, കോടതിയിൽ നിന്നല്ല. എന്റെ സഹായം വരുന്നത് മനുഷ്യനിൽ നിന്നാണ്, ഹോസ്പിറ്റലിൽ നിന്നല്ല. അപ്പൊ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുക. കണ്ടോ, അവിടെ ആരിരിപ്പുണ്ട്? സാക്ഷാൽ ദൈവം. യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെ, ദൈവം വചനമാണ്. കണ്ടോ, അപ്പൊ വചനത്തിലേക്ക് നോക്കുക, ദൈവത്തിലേക്ക് നോക്കുക. അപ്പൊ ഇങ്ങോട്ട് നോക്കി നിന്റെ കണ്ണിമ ചൊവ്വേ മുന്നോട്ട് മിഴിയട്ടെ. കണ്ടോ, നിന്റെ അല്ലെങ്കിൽ എന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് അങ്ങോട്ടേ നോക്കാവുള്ളൂ കേട്ടോ. ഓ ബ്രദറെ, ഞാൻ ഇത്രയും കണ്ടത് വചനം പറഞ്ഞിട്ടും ബ്രദറെ എന്റെ സാഹചര്യം മാറുന്നത്, എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? ബസ്സേ കയറിയാൽ പിന്നെ ഇരുന്ന് ഉറങ്ങുമല്ലേ നമ്മള്? അവിടെ എത്തുമ്പോൾ കണ്ടക്ടർ ബെല്ലടിക്കത്തില്ലേ? നിർത്തുമല്ലോ, ഇറങ്ങിയാൽ പോരെ? എന്തിനാണ് വഴിയേ പോകുന്ന കാര്യമൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നത്? കണ്ടോ, ഇതിനിടയിൽ വരുന്ന കാര്യങ്ങൾ എന്തിന് ശ്രദ്ധിക്കാൻ പോകണം? ഞാൻ കുറെ കാലമായിട്ട്, പ്രത്യേകിച്ച് ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു എന്താ പറയുന്നത്, നമുക്കൊരു പ്രായപൂർത്തി സമയത്തൊക്കെ ഞാൻ ഈ പല ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ട് പലപ്പോഴും ഈ കാറിലും ബൈക്കിലും ഒക്കെ ആയിരുന്നു യാത്ര. പ്രത്യേകിച്ച് കൂടുതലും സമയങ്ങൾ ബൈക്കിലായിരുന്നു. അപ്പോൾ പലയിടത്തോട്ടും ഞാനിപ്പോൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കോട്ടയത്ത് ഞാൻ എറണാകുളത്തേക്ക് ബൈക്കിനൊക്കെ പോകുന്ന വഴിക്ക്, എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒറ്റ ലക്ഷ്യമാണ്. ഇപ്പോൾ എറണാകുളത്ത് എങ്ങോട്ട് പോവാണ്, വൈറ്റിലോട്ടോ പാലാരിവട്ടത്തോട്ടോ പോവായിരിക്കും, ഉദാഹരണമാണ്. ഈ പോകുന്ന വഴി ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചിലർ ചോദിക്കും, കൂടെ വരുന്ന അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ചോദിക്കും, നമ്മുടെ കോതമംഗലത്ത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കണ്ടാന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ അവിടെ പല സ്ഥലങ്ങളുടെ പേര് ചോദിക്കും. അവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു സ്ഥലമുണ്ടെന്ന് പറയും. ഞാൻ പറയും, സത്തോര എനിക്ക് അറിയത്തില്ല. അപ്പോൾ എറണാകുളത്ത് തന്നെ അല്ലേ പോയത്? എറണാകുളത്താണ് പോയത്. പക്ഷെ ബസ്സിൽ പോകുമ്പോഴേ പൊതുവെ ബസ്സിലിരിക്കുമ്പോൾ കണ്ടക്ടർ പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത്. ഈ ബൈക്കേ പോകുമ്പോൾ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് മിസ്സാവും, അതിന്റെ പേര് നമ്മൾ മറന്നുപോകും അല്ലേ? നമ്മുടെ ഒറ്റ ലക്ഷ്യം എന്തായിരിക്കും? കോട്ടയത്തുനിന്ന് എറണാകുളം. ബസ്സേ പോകുന്ന വഴിക്കാണ് കണ്ടക്ടർ പറയും, അവിടെ ഇവിടെ എത്തി, കടുത്തുരുത്തി എത്തി. ഞാൻ ആ സ്ഥലമൊക്കെ പറഞ്ഞ് ഞാൻ അറിയാവുന്ന സ്ഥലം കൊണ്ടാണ് കേട്ടോ. കടുത്തുരുത്തി എത്തി, തലവലപ്പറമ്പ് എത്തി, അങ്ങനെ മുളന്തുരുത്തി എത്തി, അങ്ങനെ ഓരോ സ്ഥലപ്പേര് ഇങ്ങനെ പറയുമ്പം ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ സ്ഥലമുണ്ട്. പക്ഷേ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒറ്റ ലക്ഷ്യം പാലാരിവട്ടം, എറണാകുളത്തെ ബോർഡ് നോക്കി മാത്രമേ പോകത്തുള്ളൂ. ഇടയിൽ എന്ത് വരുന്ന വിഷയം നമ്മുടെ വിഷയമല്ല. ഇതേപോലെ വിശ്വാസിയുടെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മിഴിയണം. കണ്ടോ, ഗാർഡ് യുവർ ഹാർട്ട്. പിശാച് കൊണ്ടുവരുന്ന അവന്റെ ചിന്തകളുടെ നേരെ പോകരുത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, മിറക്കിൾ, ഈ വചനത്തിന്റെ നിവർത്തി. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് നിത്യജീവനുണ്ട്, ഞാൻ നശിക്കത്തില്ല. ഇത് മറക്കരുത് പ്രിയരെ. ആരോ പറഞ്ഞു, യോ സഹോദരി, ആ കടം കയറി എന്നാ ചെയ്യും? അത്ഭുതം നടക്കുമെന്നേ. എങ്ങനെയാ? ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. എപ്പം? ആര്? ദൈവം. എങ്ങനെ തുറക്കും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി. പർവ്വതത്തിലേക്ക് നോക്ക്, പർവ്വതത്തിലേക്ക് നോക്ക്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. ശ്രദ്ധിച്ച്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ അധരങ്ങളുടെ വികടം നിങ്ങൾ നീട്ടിക്കളണം. അപ്പൊ അധരം കൊണ്ട് എന്ത് ചെയ്യരുത്? കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വ്യക്തി തിരുവല്ലയിൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ വിഷയമല്ല. പറഞ്ഞാട്ടെ, കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം പോകുന്ന വ്യക്തിക്ക് തിരുവല്ലയിലെ ബ്ലോക്ക് വിഷയമല്ലെന്ന് പറ. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വ്യക്തിക്ക് അപ്പൊ വണ്ടിക്കകത്തിരുന്നു, അയ്യോ തിരുവല്ല ബ്ലോക്കാ, തിരുവല്ല ബ്ലോക്കാ, തിരുവല്ല ബ്ലോക്കാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനാണ് എന്ത് ചെയ്യും? കണ്ണടച്ച് പാട്ടും കേട്ടി കിടന്ന് ഉറങ്ങും. കണ്ടോ, തിരുവല്ലേ ബ്ലോക്ക് വന്നത് മാറിക്കൊള്ളുന്നേ. ബ്ലോക്കല്ലേ, അത് കുറെ കഴിയുമ്പോൾ മാറും. നമ്മൾ എന്തിനാണ് അതാണ് വായുടെ വക്രത. നാവിനെ കടിഞ്ഞാട്ട് സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നാവിനെ കടിഞ്ഞാട്ട് സൂക്ഷിച്ചു. അപ്പൊ ദുഷ്ടന്റെ ആഗ്രഹം ഞാൻ വായി തോന്നുന്ന എല്ലാം പറയണം, കാണുന്നതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മിക്ക വിശ്വാസികളും പൊതുവെ പറയുന്നൊരു വാക്കാണ്, നമ്മൾക്ക് ഇന്നത്തെ, ഞാൻ ഇത് കേട്ടോണ്ട് പലപ്പോഴും പറഞ്ഞ, ഇന്നത്തെ കാര്യം നമ്മുടെ കയ്യിലല്ലേ, നാളത്തെ ദൈവത്തിന്റെ കയ്യിലല്ലേ. അപ്പൊ നമുക്ക് തന്നെ വിശ്വാസമില്ല നാളെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. നാളെ പറയണം, എൻ്റെ കുടുംബം ബ്രദറെ, ഇപ്പൊ എൻ്റെ തലമുറ ഭയങ്കര വിഷയത്തിന്റെ അകത്ത ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്ക് ബ്രദറെ, ഭയങ്കര പ്രതികൂലത്തിൽ വിളിച്ചു പറ യേശുവിനെ, അതിന്റെ തലമുറ അത്ഭുത സാക്ഷ്യമായി മാറും. എന്നാ തെളിവ്?
ജാതികൾ നടുന്ന സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. കണ്ടോ, ഇത് ഫ്യൂച്ചറാണ്. അപ്പൊ നാളെ എന്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു? ഓ ബ്രദറെ, കാലിനും കൈക്കും എല്ലാം ഭയങ്കര വേദനയാണ്, എൻ്റെ അമ്മായച്ചിയുടെ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന്റെ എൻ്റെ സഹോദരിയുടെ അമ്മായച്ചൻ്റെ പെങ്ങളോ ആരാണ്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ കാലുവേദന വന്നപ്പോൾ തളർന്നു വീണുപോയി. എൻ്റെ ബ്രദർ, എനിക്കും അതേ രോഗമാ. എൻ്റെ പ്രിയരെ പറഞ്ഞ ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. കണ്ടോ, ഇതാണ് ഫ്യൂച്ചർ. ഗാർഡ് യുവർ ഹാർട്ട്. അനാവശ്യമായിട്ടൊന്നും തലയ്ക്കകത്തോട്ട് കയറരുത്. അയ്യോ ബ്രദറെ, എൻ്റെ അതേ വിഷയം വന്ന് പ്രാർത്ഥിച്ച ആൾ മരിച്ചുപോയി ബ്രദർ, എനിക്ക് വേണ്ടി ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദര, എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? കോട്ടയത്തിന് വണ്ടിയെ കയറിയിട്ട് പിന്നെ എന്തിനാണ് ഇടയ്ക്ക് വഴി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ നമുക്ക്. ഹല്ലേലൂയ. ഇവിടെയാണ് നിങ്ങൾ ആത്മാവിൽ ബലപ്പെടേണ്ടത്. ഇവിടെയാണ് ഒരു വിശ്വാസി ദൈവവചനത്തിന്റെ, അതുകൊണ്ടാണ് പ്രാധാന്യം. മകനെ, എൻ്റെ വചന ശ്രദ്ധ തരിക. കണ്ടോ, സദൃശവാക്യം 4:20 പറഞ്ഞ മകനെ, എൻ്റെ വചനത്തെ ഒന്ന് ശ്രദ്ധിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കരുത്. എൻ്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? അനാവശ്യമായത് ശ്രദ്ധിക്കാൻ പോകരുത്. പ്രവചനം കേട്ടിട്ടുണ്ട്, പലർക്കും കുഴപ്പമില്ല. ഈ പ്രവചനം കേട്ടതിന് ശേഷം പ്രവചനം നടക്കാത്തതിന്റെ പലതിൻ്റെയും കാരണം ഈ ഒറ്റ കുഴപ്പമാണ്. പ്രവചനം പറയത്തില്ല. പ്രവചനം എല്ലാ ദിവസവും കേൾക്കുമ്പോൾ പറയണം, ഇന്നതാണ് എൻ്റെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രവചനം, ദൈവത്തിന്റെ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കണം. അയ്യോ ബ്രദറെ, പ്രവചനം ഞാൻ കേട്ടത് പക്ഷേ സാഹചര്യം മുഴുവൻ മോശമാണ്. ആമേൻ. സാഹചര്യം മുഴുവൻ മോശമാണ്. സാഹചര്യമല്ല നമ്മുടെ വിഷയം, പ്രവചനമാണ് വിഷയം. ദൈവം ഇടപെട്ടതാണ് നമ്മുടെ വിഷയം. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് ചെയ്തിരിക്കും. അത് താൻ കാണുക തന്നെ ചെയ്യും. ആമേൻ. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്, ദൈവം മാറാത്തവനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണുക തന്നെ ചെയ്യും. ഒറ്റ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉണ്ടായിരിക്കണം, എൻ്റെ ദൈവം അതെനിക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഇവിടെയാണ് അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. കണ്ടോ, ഇതാണ് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും വചനം മാറിപ്പോകുന്നത്. മറന്നു പോകുന്നതല്ല, മറന്നു പോകുന്നത് മറവി രോഗമാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യത്തിന് വേണ്ടി കൽപ്പിച്ചോണം. ഇവിടെ മാറിപ്പോകാന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഉദാഹരണം പറയാം. ഒരു വ്യക്തി പറയുന്നു, ഞാനിപ്പോൾ ഒരു വിഷയത്തിൻ്റെ അകത്തിരിക്കുക. വിഷയത്തിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വിഷയമുണ്ടല്ലോ, കനാൻ ദേശം. കനാൻ ദേശത്ത് പുറപ്പെട്ട മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം കനാനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. യഹോവയായ ദൈവം മോശ മുഖാന്തരം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന, കൊതി വന്ന് കേട്ടപ്പോൾ തന്നെ, പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം. ഈ കൊതിയോടെയാണ് ഇറങ്ങി തിരിച്ചത്. കൊതിയോടെ ഇറങ്ങി തിരിച്ചപ്പോഴേക്കും പാതി വഴിയിലെത്തിയപ്പോഴേക്കും മാറ ദാഹിച്ചോടിച്ചെന്ന് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ആ വെള്ളം മുഴുവൻ കയ്പ്. ഉടനെ പെറുപിറുക്കാൻ തുടങ്ങി. നമ്മൾ എപ്പോഴും കേൾക്കുന്നല്ലേ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ചില ആൾക്കാർ, യോശുവയും കാലേബിനെയും ഉള്ള ചില ആൾക്കാർ എന്ത് ചെയ്തു? അവർ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും ദൈവം പറഞ്ഞതിനെ മാറ്റിയില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ ഈ വാഗ്ദത്തം പ്രാപിക്കും, യഹോവ ഞങ്ങൾക്കത് തരും. കണ്ടോ, അവയെ നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിക്കണം. സൈഡിലല്ല, നടുവിൽ. അടുത്ത വാക്ക് മത്തായിയുടെ സുവിശേഷം, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തെ നിറയ്ക്കണം, ഹൃദയത്തെ നിറയ്ക്കണം വാഗ്ദത്തം കൊണ്ട്. രോഗത്തിന്റെ സിംറ്റം ശരീരത്തിൽ മേൽ വ്യാപരിക്കുമ്പോഴും വാ കൊണ്ട് വിളിച്ചു പറയണം, കർത്താവെ, കടഭാരത്തിന്റെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും വിളിച്ചു പറയണം, എൻ്റെ സഹായം ബാങ്ക് അല്ല, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഞാൻ വായ്പ മേടിക്കത്തില്ല, ഞാൻ വാരി വിതറി കൊടുക്കും. നന്മയും കരുണ നിറയ്ക്ക് ഹൃദയം നിറയ്ക്കണം. വാ തുറക്കുമ്പോൾ വചനമേ വരാവുള്ളൂ. അയ്യോ പൊത്തോ എന്നുള്ളത് വരുന്നുണ്ടേ, വചനം അങ്ങോട്ട് നിറയുന്നില്ല. ബ്രദറെ, എൻ്റെ ജീവിതം മുഴുവൻ കട്ടപ്പോകയാ ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇപ്പം ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. അറിയോ, പ്രാർത്ഥിച്ചില്ല, ഇപ്പം മരിക്കുമെന്ന്. ആമേൻ. കേട്ടെ, ഗാർഡ് യുവർ ഹാർട്ട് എന്ന് കേട്ടതുപോലെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആമേൻ. യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കണ്ടോ, കർത്താവ് ഉണ്ട് കേട്ടോ. അപ്പൊ വചനത്തിന്റെ പ്രത്യേകത, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ എണീക്കുമ്പോൾ തന്നെ വാട്സാപ്പിൽ വരുന്ന ആദ്യത്തെ മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ വാ തുറന്ന് പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ വാലല്ല തലയത്രേ, യഹോവ എൻ്റെ സങ്കേതം. 94 സങ്കീർത്തനമൊക്കെ കാണാപ്പാഠം പറഞ്ഞ് എണീറ്റോണം.
ഒരനർത്ഥവും എനിക്ക് വരികിൽ ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്നുള്ള വചനം പറഞ്ഞിട്ട് പിന്നെ വാട്സാപ്പ് നോക്കി കുഴപ്പമില്ല. കാര്യം വാട്സാപ്പിൽ ചിലപ്പോൾ ആദ്യം വരുന്ന വാർത്ത നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതായിരിക്കും. ഇത് അകത്തോട്ട് കയറിയ ഉടനെ കളയാണിത്. ഇത് മനസ്സിനെ മരവിപ്പിക്കുവാൻ നോക്കും. മനസ്സ് ഡബിൾ മൈൻഡാക്കും. അതിന് മുമ്പ് തന്നെ വചനം കൊണ്ട് നിറച്ചിട്ട് ആ പെട്ടെന്നൊരു വാർത്ത കൊണ്ട് അയ്യോ പേടിക്കത്തില്ല. ഉടനെ അകത്ത് കയറിയ വചനം പറയും, ഓരർത്ഥം എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. കണ്ടു. പലപ്പോഴും നമ്മൾ ഈ ടി വിക്ക് പലരും പറയും, ബദറെ ഞാൻ പവർ വിഷനിലും ഹാർവെസ്റ്റിലും ഷാലോം ടി വിയിലും ഒക്കെ ഇരുന്നുകൊണ്ട് ഞാൻ ടി വിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും ബ്രദർമാരെയും എല്ലാം വചനം കേൾക്കുക. എന്നിട്ട് എൻ്റെ പ്രയോജനം കേട്ടത് കൊണ്ടല്ല പ്രയോജനം, നിങ്ങൾ അതിനെ എങ്ങനെയാണോ ഗാർഡ് ചെയ്യുന്നത്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരം, ഗാർഡ് യുവർ ഹാർട്ട്. സൂക്ഷിക്കണം നമ്മുടെ ഹാർട്ടിനെ, നമ്മുടെ ഹൃദയത്തെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്കുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രിസന്റ് അകത്തിട്ടിരിക്കുന്നത് പോലെ ഹാർട്ടിനെ, ഒരു പ്രിസന്റ് അകത്ത് ജയിൽ പുള്ളികൾ ചാടിപ്പോകാതിരിക്കുവാൻ പോലീസുകാർ ജയിലുണ്ടാക്കിയിരിക്കുന്നത് പോലെ ഹൃദയത്തിന്റെ അകത്തൊരു ഒരു ജയിലുണ്ടാക്കണം. നമുക്ക് പറ്റുമോ? പറ്റും. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ദൈവവചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആദ്യം മൊബൈൽ തുറന്ന് വചനം മെസ്സേജ് കേൾക്കാൻ പോകരുത്. ഞാൻ പലപ്പോഴും എണീക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരും, ഉയർച്ച തന്നെ പ്രാപിക്കും. ഇന്നത്തെ ദിവസം അത്ഭുതത്തിന്റെ ദിവസമാണ്, പറഞ്ഞുകൊണ്ടങ്ങ് എണീറ്റേ. ഇത് നിറയ്ക്കും അങ്ങോട്ട് മനസ്സിന്റെ അകത്തോട്ട്, ഡോറ് തുറക്കും. അപ്പൊ നമ്മുടെ സദൃശവാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പാത എന്തായി തീർന്നു. സദൃശവാക്യത്തിൽ കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. 119 സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം എൻ്റെ കാലിൻ ദീപമാണ്. കണ്ടോ, എൻ്റെ പാതയ്ക്ക് വചനം പറയണം, എൻ്റെ വഴി ഇതാണ്. ആരോ പറയുന്നു, എൻ്റെ സഹോദരി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. നടക്കുമെന്ന് വചനം പറ, വചനം പറഞ്ഞ് നടക്കങ്ങോട്ട്. അടുത്ത വാക്ക്, നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ. നേരെ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിലേക്കായിരിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് വീണ എന്ന് പറയുന്ന തലമുറയുള്ള കുടുംബം ഇന്ന് ഇതിൻ്റെ അകത്ത് കേൾക്കുന്നത് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ അത്ഭുത കാര്യം എന്ന കുടുംബത്തിന്റെ മേൽ പറയാൻ വേണ്ടിയാണോ? വീണ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളാണ്. പുള്ളിക്കാരിക്ക് മേലാഴിയായിട്ട് മെഡിക്കൽ കോളേജായിരുന്നു. ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞു. പ്രാർത്ഥിച്ചോണോ കുടുംബത്തിന് വേണ്ടി? 1997 എന്നാ ബന്ധമുള്ള കുടുംബമാണെന്ന് അന്വേഷിക്കണേ. ആ വർഷം ബ്രദറെ, എന്റെ കുഞ്ഞമ്മയുടെ മോള് വീണയാണ്. കുഞ്ഞമ്മ ഈ സൂമിലുള്ളതാണ്. വീണയുടെ ജന്മദിനം 1997 ഈ വീണയുടെ ജന്മദിനം അതാണ്. അതെ, സ്തോത്രം. ഓക്കെ. അതാണ് ഞാൻ ഈ വീണ എന്ന് പറഞ്ഞപ്പോ തന്നെ 1997 എന്നുള്ള ഡേറ്റും കൂടെ എന്നെ കാണിച്ചു. അതാണ് ചോദിച്ചത്, അതുമായിട്ട് എന്നെ ബന്ധമെന്ന് ചോദിച്ചത്. യേശുവിന്റെ നാമത്തിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് വലിയൊരു മിറക്കിൾ ചെയ്യാൻ വേണ്ടി പോവാ, ഒരു അത്ഭുതം തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് ആ കുടുംബത്തോട് പറ, ഇത് പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ വിടാതെ ജോയിൻ ചെയ്തോണം. വലിയൊരു ദൈവപ്രവൃത്തി കുടുംബത്തിൽ കയറാൻ വേണ്ടി പോവാ. നന്ദി യേശു, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ 1994 മറക്കാൻ പറ്റാത്തൊരു ഡേറ്റ്. അത് സിന്ധുവിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് 1994 മറക്കാൻ പറ്റാത്ത ഒരു ദിവസവും ഒരു വർഷവും ഉള്ള കുടുംബമാണ്. ഇന്ന് ആ സിന്ധുവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നൊരു വാക്ക് കർത്താവ് എന്നെ കേൾപ്പിക്കുക. ഈ ശൂന്യമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നീരുറവ വെളിപ്പെടുന്നത് പോലെ ഒരു നന്മയുടെ വാതിൽ സിന്ധുവിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാം. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി ഇന്ന് എവിടെ ഇരുന്നാണോ അത് കേൾക്കുന്നത്, ഇൻ ദ നെയിം ഓഫ് ജീസസ്
പറയാൻ വേണ്ടിയാണോ ഹലോ, വീണ്ടും? ആ പ്രൈസ് ലോഡ്, പ്രൈസ് ലോഡ്. പറഞ്ഞു സിസ്റ്ററെ. ഞാനാണ് സിന്ധു. ഉം 94 എനിക്ക് തൈറോയിഡിന്റെ ഒരു വലിയ പ്രോബ്ലം വന്ന് ഒരുപാട് ക്രിട്ടിക്കൽ ആയതായിരുന്നു. അവിടുന്ന് എനിക്ക് ദൈവം വിടുതൽ തന്നതാ. ഞാൻ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. ഓ യേശുവേ, ഇന്ന് ദുഷ്ടൻ പിന്നെയും ആഗ്രഹം വെച്ച് നിൽക്കുവാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആത്മാവിൽ ഞാനതിനെ വെട്ടിവിടുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ദുഷ്ടന്റെ ആശ നശിക്കട്ടെ. കർത്താവെ, 94 ആവർത്തിച്ചത് പിന്നെയും ആവർത്തിക്കുവാൻ നിൽക്കുന്നത് ഇപ്പോൾ അവന്റെ ദൃഷ്ടിയെയും അവന്റെ കരത്തെയും അവന്റെ പ്ലാനുകളെയും ആത്മാവിൽ ഞാൻ വെട്ടിമാറ്റുന്നപ്പ യേശുവിന്റെ നാമത്തിൽ നന്മ നിറയട്ടെ. സിസ്റ്റർ ആമേൻ പറഞ്ഞത് പിടിച്ച്. ദിവ്യ ആരോഗ്യം എന്റെ അവകാശമാണെന്ന് പറ. ദിവ്യ ആരോഗ്യം എന്റെ അവകാശമാണെന്ന് പറ. ഓ ലോർഡ് ജീസസ്, എല്ലാരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ, അഭിഷേകത്തിന്റെ അഗ്നി കത്തട്ടെ, അഭിഷേകത്തിന്റെ അഗ്നി കത്തട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ലോർഡ്, ഒരു സോളമന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുന്നു. ഈ സോളമന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പം ഈ കൈതച്ചക്കയുണ്ടല്ലോ, ഇതിങ്ങനെ ഞാൻ കാണും. അതിന്റെ ചെടിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൈതച്ചക്ക ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തോ ഒരു റിലേഷൻ ആ ഭവനവുമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഒരു സ്ഥലവോ മറ്റോ എന്തോ ആയിട്ട് ഈ സോളമനുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ന് ആ കുടുംബം എവിടെ ഇരുന്നുകൊണ്ടാണത് കേൾക്കുന്നത്? ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഒരു ഡെലിവറൻസ് സംഭവിക്കുക. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുക. ഈ ഒരു സർപ്പം ഉയർന്ന ആ ഭവനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കർത്താവിന്റെ ദൂതന്മാർ വന്നതിനെ പിടിച്ച് നശിപ്പിക്കുന്ന ഒരു കാഴ്ച. വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന സകലതും ഇന്ന് സോളമന്റെ ഭവനത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. ആ കുടുംബം ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക. ഫാദർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ ആശ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്ന പറഞ്ഞത്. ഇന്ന് സൂമിലായിക്കോട്ടെ. പറയാൻ വേണ്ടിയാണോ വീട്ടു മാറ്റിയത്? അതെ, എന്റെ അമ്മാച്ചന്റെ മോനാണ് സോളമൻ. ഈ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ, ഈ പൈനാപ്പിളിന്റെ ഈ ചെടിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ അങ്ങനെ വല്ലോ കൃഷിയോ അങ്ങനെയുള്ള സ്ഥലവോ ഒക്കെ ആയിട്ട് ബന്ധമുള്ളതാണെന്ന് അന്വേഷിക്കണേ. അവരുടെ വീടിന്റെ ആ ഭാഗം ചോദിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കുന്നവരെല്ലാം ലെഫ്റ്റ് ചെയ്ത് പിന്നെ യൂട്യൂബിൽ കേട്ടാൽ മതി. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞ ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ അത്ഭുതമാകാൻ വേണ്ടി 2003 എടുത്തൊരു മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ആ രോഗവുമായി കണ്ടിന്യൂ ചെയ്യുകയും 2023 പിന്നെയും ഒരു പുതിയ ബില്ല് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒരു ബില്ല്, ഇത് രണ്ടും വെച്ചിരിക്കുന്ന ഒരു ബിഗ് ഷോപ്പർ പോലത്തെ ഒരു ബാഗ്, ഇത് രണ്ടും വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, ആ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ രോഗശക്തിയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാലങ്ങളായി ശരീരത്തിന്റെ മേൽ കയറിക്കൂടിയ ദുഷ്ടപിശാച രോഗശക്തിയെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ആ വ്യക്തി ഇപ്പോൾ തന്നെ ശരീരത്തിന്റെ മേൽ കൈവച്ചു. ആ രോഗശക്തി ഇറങ്ങിപ്പോവുകയാണ്. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളുടെ കരം ഇന്ന് വെളിപ്പെടുന്നല്ലോ, ഞങ്ങളുടെ അത്ഭുതത്തെ ഇന്ന് റിലീസ് ചെയ്യുന്നല്ലോ. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ യേശുവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ ഞങ്ങളിത് റിലീസ് ചെയ്യുന്നപ്പ ഡിവൈൻ ഹെൽത്തിനെ റിലീസ് ചെയ്യുന്നു. ആ വ്യക്തി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണേ. എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, ഏത് സ്ട്രീമിൽ ഇരുന്നുകൊണ്ടാണോ കേൾക്കുന്നത്, കൈയെടുത്ത് വെച്ചോണം. ഇന്ന് മുതൽ ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ മേലെ യേശുവിന്റെ അത്ഭുതം വെളിപ്പെടുക. ആമേൻ. അതോടൊപ്പം തന്നെ ഈ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ പിതാവിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ അകത്ത് ഈ ഒരു വ്യക്തിയുടെ മരണം, ഈ തൂങ്ങി മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം പുറകോട്ടുള്ള ഒരു സംഭവമാണ്. ഈ വ്യക്തിയുടെ മരണത്തിൻ്റെ അകത്ത് പിന്നീട് അതിനു ശേഷമുണ്ടായ ചില പ്രതിസന്ധികൾ, അതിങ്ങനെ ഈ ഒരു ഞാൻ കാണുന്നത് ഇങ്ങനെ കുതിച്ചു വരുന്ന ഒരു ചെന്നായിയെ പോലെ ചാടി അടുത്ത വ്യക്തിയിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരവസ്ഥ, ഇപ്പോൾ പുതിയൊരു തലമുറയെ നോട്ടമിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഞാനിത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി
ഇന്ന് മ്യൂട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ഭവനത്തിന്റെ അന്തരീക്ഷമാണ്. പലരും പറയുന്നത് ബ്രദർ എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. എങ്കിലും കേട്ട യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്റെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുക. ലോർഡ് ജീസസ്. യേശുവേ. പാസ്റ്റർ, എന്റെ അച്ഛന്റെ പേര് പത്മനാഭൻ. അച്ഛൻ മരിച്ചു. പക്ഷേ ബ്രദർ, എന്റെ ഒരു അമ്മാവനുണ്ട് പത്മനാഭൻ എന്ന് പറഞ്ഞ. ഈ പിതാവ് പറഞ്ഞതാരാ? ഈ ഇതിന്റെ അകത്ത് തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ തൂങ്ങി മരണം നടന്ന കുറെ കാലം പഴക്കമുള്ളതാണ് ഈ കേസ്. ഒത്തിരി പഴക്കമുള്ളതാണ്. ആ പത്മനാഭന്റെ ബ്രദർ ഒത്തിരി വർഷങ്ങൾക്ക് തൂങ്ങി മരിച്ചതാ. ഈ ബ്രദർ തൂങ്ങി മരിച്ചതാ? ആ പത്മനാഭന്റെ ബ്രദർ. എത്ര വർഷം മുമ്പാ? കൊറേ വർഷമായി. എന്നാലും ഇതൊരു പഴയ 25 വർഷം. കണ്ടോ? 25 വർഷം. ഈ കാര്യം വല്ല സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ന് യേശുവിന്റെ നാമത്തിനെ കർത്താവ് ഇന്ന് വേട്ടയാടുന്നത് പോലെ, വേട്ടയാടി വരുന്നത് പോലെ അടുത്തയാളെ ഉന്നം വെച്ച് അടുത്തയാളെ ഇതേപോലെ അപഹരിക്കുവാൻ, തൂക്കി മരിച്ചു നിർത്തുവാൻ കാണിക്കുന്ന ഒരു സിമ്പൽ ഞാൻ കാണിക്കും. ഇത് പത്മനാഭന്റെ ഭവനത്തിൽ ആ ശാപക്കെട്ടുകളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ വെട്ടുന്നു. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി നാമൻ പറഞ്ഞൊന്ന് പിടിച്ച് ആ ശക്തി വ്യാപരിക്കുക. അവരെ പ്രാർത്ഥനയിൽ വിടുവിക്കുവാൻ ആ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മഹത്യയുടെ ദുരാത്മാവിനെ, ആത്മഹത്യ ടെൻഡൻസി കൊണ്ടുവരുന്ന ദുരാത്മാവിനെ, ജീവിതത്തെ നശിപ്പിക്കുവാൻ നോക്കുന്ന ദുരാത്മാവിനെ ഇപ്പോൾ ഞാൻ ആത്മാവിൽ അതിനെ പിടിച്ചുകൊണ്ടുവന്നപ്പോ പ്രിയമക്കൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ പ്രാർത്ഥനയുടെ അഭിഷേകം അവരുടെ മേൽ നിറയട്ടെ. ആ ഭവനം കൂട്ടമായി യേശുവിലേക്ക് ഓടിയെത്തട്ടെ. അവർ കൂട്ടമായി യേശുവിന്റെ സാക്ഷിയായി തീരട്ടെ. ആമേൻ പറഞ്ഞു അതിനെ പിടിച്ച് യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഏറ്റെടുത്ത ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ആ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ പിടിച്ച്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു വിശ്വാസവും ഇല്ലാത്ത വേണ്ട. അതിന്റെ കാരണം ഇവരുടെ കണ്ണുകളെ മൂടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞ കേൾക്കാത്തതിന്റെ കാര്യം ദുഷ്ടശക്തി അവരെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഭവനത്തിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഞാൻ ആ ഭവനത്തെ യേശുവിന്റെ നാമത്തിൽ മരണത്തിനല്ല ജീവനിലേക്ക് ഞങ്ങൾ അതിനെ അവകാശം പറഞ്ഞ് വീടിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ആളുകൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും. അവർക്ക് വിശ്വാസം ദൈവം കൊടുക്കും, മനം തിരിയും. ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വിഷയങ്ങളെ തമ്പുരാൻ തൊടും. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന കൈയെടുത്ത് വെച്ച് ഈ ശരീരത്തിൽ ഞാൻ ഈ കാണിക്കുന്ന മുട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടിൻ്റെ അകത്ത് വേദനകൾ, വല്ലാത്ത ചില ശബ്ദങ്ങൾ, ഭയങ്കരമായ പെയിനുകൾ ഇന്ന് കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിടുതല. കൈവച്ചവിടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൂമിൽ, ഇന്ന് യൂട്യൂബിലൊക്കെ ലൈവിൽ കാണുന്നവരെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എവിടെയെങ്കിലും പ്രാർത്ഥന സൂമിന്റെ ലിങ്ക് ഉണ്ട്. ഈ കർത്താവിന്റെ ആലോചനയുമായിട്ടും ദൈവപ്രവൃത്തിയുമായിട്ട് കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നേരെ സൂമിലോട്ട് കയറി വാ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. ജീസസ്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഓ ജീസസ്. അല്പനേരം ആ രോഗശക്തികളുടെ ഏത് വേദനയാണ്, എവിടെയാണ് വേദനയുള്ളത്, ഇന്ന് ആ വേദനയുടെ മേൽ, ആ രോഗത്തിന്റെ മേൽ കർത്താവ് ഇറങ്ങി വരാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. 1993 ഒരു വ്യക്തി ഒരു ഭവനത്തിൽ മരണപ്പെട്ട ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ വ്യക്തിയുടെ മരണം 93 നടന്നത്. 93 ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മരണം നടന്നൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനം ഇപ്പോൾ ആ ഭവനത്തിന്റെ അന്ന് ആ വ്യക്തി മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഷേപ്പ് അല്ല ഇപ്പൊ വീടിന്. അതിന്റെ ഷേപ്പ് ചെരിച്ച്, അതായത് അതിന്റെ ടേൺ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ആ വീടിന്റെ മുൻഭാഗം ടേൺ ചെയ്ത് വീണ്ടും പണിതെടുത്തിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഒരു കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ വ്യക്തിയുടെ ഫോട്ടോ ആ വീടിന്റെ അകത്ത് പതിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയെ ഞാൻ കാണുക. ഇന്ന് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ അടയാളം ശ്രദ്ധിക്കുക. ഈ അടയാളമുള്ള ഭവനം ഏതാണോ, ഓ ലോർഡ് ജീസസ്, ജൂൺ മാസവുമായിട്ട് ബന്ധമുള്ള ഒരു ഭവനമാണ് ഞാൻ കാണുന്നത് പ്രാർത്ഥിക്കുമ്പോൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ ജൂൺ മാസം പറയാൻ കാരണം ആ ഭവനത്തിന്റെ അകത്ത് ഈ ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കുരിക്കിന്റെ അകത്തോട്ട് വലിച്ചിടാൻ നോക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കാണുക. ഇന്ന് അത് പൊട്ടുവാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ ഈ അടയാളം ശ്രദ്ധിക്കണവേ. ഈ അടയാളമുള്ള ഭവനം ഏതാണോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ആ കുടുംബത്തിന്റെ സകല വിഷയങ്ങളും, പ്രത്യേകിച്ച് ആ വ്യക്തിയിലേക്ക് വന്ന് നിൽക്കുന്ന സകല ഭാരങ്ങളും ഇന്ന് വിട്ടൊഴിയട്ടെ.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുക. ഇന്ന് ആമേൻ പറഞ്ഞ് ആ വ്യക്തി എവിടെയാണോ, ഏത് ഭവനത്തിലാണോ, ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. കർത്താവിന്റെ വലിയ കരം എന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ നന്മയാക്കി മാറ്റുന്ന എന്റെ കർത്താവേ, വീര്യപ്രവൃത്തിയുടെ ദൈവമേ, ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നു. ആ കുടുംബത്തിന്റെ മേൽ നന്മ തുറക്കുക, നന്മ തുറക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്ലാനുകൾക്കായി നന്ദി പറയുന്നപ്പ. ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കേൾക്കുന്നത്, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവർത്തികൾ, 2 അത്ഭുതങ്ങൾ വെളിപ്പെടാൻ വേണ്ടി പോവാ. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ വിമല എന്നുള്ള സിസ്റ്ററെ ഞാനിപ്പോൾ ഇതിനകത്ത് പേര് കണ്ടുകൊണ്ടാണ് വായിക്കുന്നത്, സൂമിൽ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ വിമല സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുക. ആ വിമല തന്നെയാണോ ഇതെന്ന് അറിയാൻ വേണ്ടിയാണ്. വിമല എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഷാജിയുമായിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടുള്ള കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയാണോ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്നത്? സിസ്റ്റർ ബന്ധത്തിലുള്ള ആളാ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക സിസ്റ്ററെ. ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹിന്ദു കുട്ടിയാണ് വിമലയുടെ ഹസ്ബൻഡാണ് ഷാജി. വിമലയുടെ ഹസ്ബൻഡ് പെൺപിള്ളാരുണ്ട്. ഒരു മോളും ഒരു മോനും. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണേ. ഇൻ ദ നെയിം. നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി, നിങ്ങളിലൂടെ ദൈവത്തിന് അവരെ തൊടേണ്ടതുണ്ട്. പൗലോസ് ലീഹാട് പറഞ്ഞു, പൗലോസ് നീ മിണ്ടാതിരിക്കരുത്, ഇനി കൊരിന്ത്യയിൽ വളരെ ജനമുണ്ട്. ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന തലങ്ങളാണത്. നമ്മളെ ചിലരുടെ വിടുതലിന് വേണ്ടി. ഇന്ന് ദൈവം എന്നെ നിങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളെ അനേകർക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുക. അതാണ് ഈ ആലോചനകൾ കണക്ട് ചെയ്ത് വരുന്നത്. ജീസസ് ക്രൈസ്റ്റ്. ഒരു 16 സെന്റ് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ച ഞാൻ കാണുക. ഈ സ്ഥലത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന കാഴ്ച, കുടുംബത്തിന്റെ അകത്ത് 2 അവകാശികളുണ്ട്. മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിന്റെ പേപ്പർ കിടക്കുന്നത് ഞാൻ കാണുന്നത്. ആ കുടുംബത്തിന്റെ മേൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ശാപത്തിൽ കിടക്കുന്ന മണ്ണ്, ശാപമുള്ള മണ്ണ് എന്നൊരു വാക്ക് ഞാൻ കേൾക്കുക. ഇന്നിപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് യോഗ്യമാക്കി മാറാൻ വേണ്ടി പോവാ. ആ മണ്ണിന്റെ മേൽ വ്യാപരിക്കുന്ന സകല നഷ്ടങ്ങളെ പേറുന്ന ശാപക്കെട്ടുകളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. മത്തായി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ അവകാശത്തിൽ കിടക്കുന്ന വ്യക്തികൾ ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന് അത് അനുഭവിക്കുവാൻ തക്കവണ്ണം, ആ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് ഇടയാക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സ്ഥലത്തിന്റെ മേൽ പ്രാർത്ഥിക്കുന്നപ്പ അതിൻ്റെ അകത്ത് കിടക്കുന്നവർക്ക് സ്വസ്ഥത ലഭിക്കാതെ എപ്പോഴും പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളുമായിട്ട് ഒരു ശാപസ്ഥലമെന്ന് മറ്റുള്ളവർ നോക്കിക്കാണുന്ന രീതിയിലുള്ള മണ്ണിനെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ നന്മ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഏതാണോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ കൃപ ഇന്ന് വ്യാപരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്തപ്പ ഇന്ന് കേട്ട വചനം പോലെ തന്നെ ഇന്ന് ഭാവിയെ നോക്കി പ്രവചിച്ചു പറയണം, എൻ്റെ ദൈവം എനിക്ക് സകലതും നന്മയാക്കി മാറ്റും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇന്ന് ഈ ആലോചന സൂമിലുള്ളവർക്കാണ് ഇടപെടുന്നെങ്കിൽ അവർ മാത്രം മൈക്ക് മ്യൂട്ട് ചെയ്ത് പ്രതികരിക്കുക. അല്ല യൂട്യൂബിലോ മറ്റോ ഒക്കെയാണ് നിങ്ങൾ ആമേൻ പറഞ്ഞ് പിടിച്ചോണം. പക്ഷെ എല്ലാ കാലത്തും യൂട്യൂബിൽ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രതികരിക്കണം, ആത്മാവിൽ കയറി വരണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. യേശുവേ, ഞങ്ങളിപ്പോൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ യേശുവേ. അതോടൊപ്പം തന്നെ ഷാരോൺ എന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഷാരോൺ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ഷാരോണ് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്
ഷാരോണ് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ കുടുംബത്തിന്റെ അകത്തൊരു കാഴ്ച കർത്താവ് എന്നെ കാണുക. ഈ അടുക്കളയുടെ ഭാഗത്തൊരു സഹോദരി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച. അവിടെ തന്നെ ഈ പച്ച കളറിലെ ഒരു ഡെപ്പിക്കകത്തൊരു ചെടി എന്തോ, അതായത് ചെടിയോ മറ്റോ എന്തോ വെച്ചിരിക്കുന്ന ഒരു 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 സാധനം ഈ അടുക്കള ഭാഗത്ത്, ഇതിന്റെ അടുത്ത് പോയി പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തി ഏതാണോ ഇപ്പോൾ തന്നെ ചെടിയോ മറ്റോ എന്തോ വെച്ചിരിക്കുന്ന, ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഇതിന്റെ അടുത്ത് പോയി പലപ്പോഴും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്, അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഷാരോണിന്റെ ഭവനം സ്വീകരിച്ചോണേ. പ്രത്യേകിച്ച് തലമുറയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചോണേ. ദൈവം തലമുറയത്തോടെ പറഞ്ഞു. ഷാരോൺ ആരാ? നിങ്ങളിങ്ങനെ എല്ലാവരും മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നതുകൊണ്ട് പലപ്പോഴും കോസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവരും അങ്ങ് മ്യൂട്ട് ചെയ്യും. അപ്പൊ പറയാൻ വരുന്നവരും ഒക്കെ മ്യൂട്ടായി പോകും കേട്ടോ. ആരാ? ഷാരോൺ എന്റെ സഹോദരിയുടെ മകളാണ്. പിന്നെ അവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് ഒരു അടുക്കളയുടെ ഭാഗത്ത്. ഒരു ഈ പറഞ്ഞ പോലെ തന്നെ അവള് 11 വയസ്സുള്ള മകളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന പോലെ അടയാളം എല്ലാം കണ്ടായിരുന്നോ? ഈ അടുക്കള വശത്ത് ഈ പച്ച കളറിലെ ഈ പാത്രത്തിന്റെ അകത്തിരിക്കുന്ന ചെടിയാണോ? ഒരു ചെടി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. അവള് തന്നെ ഗുരുപ്പിച്ചതാ. എന്നാ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടി. മോളാ അല്ലേ ഷാരോൺ എന്നുള്ളത്? തലമുറ മോളാണ്. ആ മോക്ക് വേണ്ടി ഈ അടയാളമുള്ള ഭവനമാണ്. ശ്രദ്ധിച്ചോണേ. എല്ലാ ഷാരോണും അല്ല, ഈ അടയാളം, ഈ പച്ച ചെട്ടിയില് ഈ ഡെപ്പിയില് ചെടി വെച്ചിരിക്കുന്ന അടുക്കള വശത്തിരിക്കുന്ന ഈ ഷാരോണിന്റെ ഭവനമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അവളുടെ ബാല്യത്തിൽ അവളെ നുള്ളിക്കളയാൻ നോക്കുന്ന സകല പിശാചിന്റെ പ്ലാനുകളെ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹോ ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ എലിസബത്ത് എന്ന് പറയുന്ന സഹോദരിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുമോ? മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ എലിസബത്ത് ഇരിക്കുന്നത്? ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ എനിക്ക് എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററെ, ഈ ജോസഫിന്റെ ഒരു ഭവനത്തെ കർത്താവ് ജോസഫിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിൽ നിന്നൊരു നന്മ എലിസബത്തുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണ് വീടിന്റെ അകത്ത്. ഈ ജോസഫുമായിട്ടുള്ള കണക്ഷനെ കർത്താവിനെ കാണിക്കുക. ജോസഫിന്റെ ഭവനത്തിൽ നിന്നൊരു നന്മ എലിസബത്തിന്റെ ജീവിതത്തിൽ കാണാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. ഇന്ന് എലിസബത്ത് പറഞ്ഞ സിസ്റ്ററുടെ പേര് ഞാൻ കണ്ടുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിലൊരു പ്രേരണ ആ വ്യക്തിയോട് പറയാൻ വേണ്ടി. എനിക്കറിയാം പലപ്പോഴും ചില ഭവനത്തിന്റെ അകത്ത് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം എനിക്കറിയെങ്കിലും മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പ്രതികരിച്ചോണേ. യേശുവിന്റെ നാമത്തിൽ ജോസഫുമായിട്ട് എന്നാ കണക്ഷൻ എന്ന് ചോദിക്കണം. ആ കുടുംബത്തിൽ നിന്നൊരു നന്മ വരാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് റിലീസ് ചെയ്യുന്നപ്പാ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല. ജോസഫിന്റെ ഭവനത്തിൽ നിന്നൊരു നന്മ വരാൻ വേണ്ടി പോവാണ് എലിസബത്തിന്റെ ഭവനത്തിലേക്ക്. എലിസബത്തിന്റെ ഭവനത്തിലേക്ക്. അതാ പറഞ്ഞ ജോസഫിന്റെ ഭവനത്തിൽ നിന്നൊരു നന്മ. ഒന്ന് കുറിച്ച് വെച്ച് ആ ജോസഫിന്റെ പേര് കുറിച്ച് വെച്ചിട്ട് ജോസഫിന്റെ ഭവനത്തിൽ നിന്നൊരു നന്മ വരാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. അതെന്താന്ന് വെച്ചാ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചോണം. ആ പേര് മറക്കരുത്. നന്മ വരുമ്പോ ചോദിക്കണം ഇത് ഏത് ഭവനത്തിൽ നിന്നാന്ന് ചോദിക്കണം. അതേപോലെ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോകട്ടോ. ഓ യേശുവേ, ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പം. ഹല്ലേലൂയ. എന്റെ യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവ് ചില കാര്യങ്ങളെ തൊടുക. വിടുതലിന്റെ മേഖലകളെ കർത്താവ് തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവിനെ കാണിക്കുക. രഘു എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനം, ഒരു പിതാവിന്റെ ഭവനം, രഘുവിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ രഘുവിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 17 വർഷത്തെ പിറകിൽ നിൽക്കുന്ന
ഒരു പൈശാചിക ശക്തിയുടെ ഒരു സംഭവത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് രഘുവിന്റെ കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ, ചില വ്യക്തികളുടെ കാലുമായി ബന്ധപ്പെട്ട് ചില രോഗങ്ങളും, ആ കുടുംബത്തിന്റെ അകത്ത് തലമുറകളുടെ മേൽ ഞാൻ കാണുന്നൊരു കാഴ്ച, തലമുറകളുടെ മേൽ കണ്ണുനീരിനെ വിതയ്ക്കുന്ന ഒരു വിഷയം. എന്നാൽ രഘുവിന്റെ ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. എന്റെ വീടാണ്, എന്റെ ഹസ്ബൻഡാണ് രഘു. 19 കൊല്ലമായി, മരണപ്പെട്ടു. ഓ യേശുവേ. മകളുടെ ഹസ്ബൻഡ് മരിച്ചു, 12 വർഷമായി. ഓ, മകളുടെ ഹസ്ബൻഡ് മരിച്ചു. മകള് സങ്കടത്തിലാണ്. ഓ, കണ്ണുനീരിനെ വിതച്ചെന്ന് വെളിപ്പെട്ട അതല്ലേ? ഓ എന്റെ യേശുവേ. സ്റ്റെപ്പിന്ന് വീണ് 1-2 മാസത്തോളം കട്ടിലെ തന്നെ ആയിരുന്നു. സിസ്റ്റർ, ഈ കാര്യമല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓ, ഇന്ന് കർത്താവ് ആ ശാപക്കെട്ട് അഴിക്കുക കേട്ടോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പ രഘുവിന്റെ കാലത്ത് കുടുംബത്തിൽ കയറിക്കൂടി മറഞ്ഞിരുന്ന് എന്ന് പറഞ്ഞതുപോലെ ആ തലമുറയുടെ കണ്ണുനീരിനെ വിതച്ചത്, ആ ഭർത്താവിനെ നഷ്ടപ്പെടുത്തി, നന്മ നഷ്ടപ്പെടുത്തി, ശരീരത്തിൽ രോഗം കൊണ്ടിട്ട് ദുഷ്ടപിശാചെ ഇപ്പോൾ ഈ രാത്രി ഞങ്ങൾ അതിനെ ബന്ധിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവെ, ഇത്രയും വർഷമായിട്ട് അതിനെ കയറിയത്, ഓ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ ഇറങ്ങട്ടെ. ആ ഭവനത്തിൽ നിന്ന് കർത്താവെ, തിന്മ വിതച്ചത്, രോഗം വിതച്ചത്, കണ്ണുനീരിനെ വിതച്ചത്, മരണം വിതച്ചതിന് യേശുവിന്റെ നാമത്തിൽ ഇനി ഒരു വ്യക്തിയെ അത് സ്വാധീനിക്കാതെ അതിന്റെ ശക്തിയെയും കരങ്ങളെയും ആത്മാവിൽ വെട്ടിവിടുന്നത് എവിടുന്ന് വന്നോ അങ്ങോട്ട് പോട്ടെ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ ഏറ്റെടുത്തോടെ ഇന്നു മുതൽ അത് ഡെലിവറൻസ് കാണാൻ വേണ്ടി പോട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി ഒരു കരച്ചിലും പല്ലുകടി അവിടെ ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ അത്ഭുത കരം അവിടെ വെളിപ്പെടും. ആമേൻ, ആമേൻ. യേശുവേ കൃപ. എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ഇന്നൊരു അസാധാരണമായ ഡെലിവറൻസ് എനിക്ക് ആവശ്യം. ദൈവത്തിന് അതാ ചോദിക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾ പലപ്പോഴും ഇത് നമുക്കറിയാൻ ഒരു സാധ്യത. ലിസ്റ്ററെ, ആ സഹോദരത്തെ മ്യൂട്ട് മാറ്റിക്ക്. ഞങ്ങളിത് അറിയാൻ വല്ലോ വഴിയുണ്ടോ ലിസ്റ്ററെ? ഈ കാര്യങ്ങളോ, പിതാവിന്റെ മരണമോ, ഈ വിഷയങ്ങളോ വല്ലോ അറിയാൻ? ഇല്ല, ഞാൻ എറണാകുളം ആലുവയിലാണ്. ഇതെല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം, ഈ വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതിനെയാണ് ഡെലിവറൻസ് കർത്താവ് തരുന്നത്. ഇപ്പൊ മനസ്സിലായി? രണ്ടുപേരും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കും. ഓ എന്റെ യേശുവേ, ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. ഇതിന്റെ എല്ലാം പിന്നിലെ കാരണത്തെ തമ്പുരാൻ തൊടും. ഇപ്പൊ നമ്മൾ ഓർക്കും നമ്മുടെ പലതിന്റെ കാരണങ്ങളുണ്ട്. അതാ ഞാൻ എപ്പോഴും പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ഡെലിവറൻസിലൂടെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈ സമയം മ്യൂട്ട് മാറ്റി തുമ്മ നിങ്ങൾ വർത്താനം പറയരുതെന്ന് പറയുന്ന കാര്യം അതാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും, പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കും. ഓ യേശുവേ, ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ്. ഈ ഷൈൻ എന്ന് പറയുന്ന ഭർത്താവുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ, മോനല്ല, ഷൈൻ എന്ന് പറയുന്ന ഭർത്താവുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ആ കുടുംബത്തിന്റെ അകത്തു നിന്നും സന്തോഷകരമായ നിമിഷങ്ങൾക്കകത്ത് ദുഃഖങ്ങളെ വിതച്ചതിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറിച്ചു മാറ്റുക. നന്മ കാണാൻ വേണ്ടി പോവാന്ന് തമ്പുരാൻ പറയാം. ഷൈന്റെ ഭവനത്തിൽ, ഓ യേശുവേ, ഇന്ന് ഷൈൻ ഭർത്താവുള്ളത് സൂമിലോ ലൈവിലോ എവിടെ ഇരുന്നാണോ കേൾക്കുന്നത്, ഇപ്പോൾ തന്നെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഹൃദയത്തിന്റെ മേൽ കൈവച്ചെന്ന് പറഞ്ഞ്, യേശുവേ, എന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി ഞാൻ കാണാൻ വേണ്ടി പോവാ. ഇന്ന് ആ കുടുംബം ഏറ്റെടുത്ത യേശുവിന്റെ നാമത്തിൽ എവിടെ ഇരുന്നുകൊണ്ടാണോ ഇരിക്കുന്നത്, ആമേൻ പറഞ്ഞ് ആ ഡെലിവറൻസിനെ പിടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ ലോർഡ് ജീസസ്. കർത്താവേ പറഞ്ഞു. എന്റെ ആങ്ങളെന്റെ മകളെ ഭർത്താവാണ് ഷൈൻ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത കേട്ടോ സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ ദുഷ്ടൻ വിതച്ചതിനെ തമ്പുരാൻ ഇന്ന് പറിച്ചു മാറ്റാൻ വേണ്ടി പോവാണ്. ഞാനൊരു കാഴ്ച കാണുവാണ്, ഈ ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനർത്ഥത്തെ മറച്ചു വെച്ചിരിക്കുന്നതിനെ ഇന്ന് എടുത്തു മാറ്റുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. നിങ്ങളെ അതിന് വിടിവിക്കാൻ വേണ്ടി തമ്പുരാൻ ഉപയോഗിക്കും. ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കുന്നല്ലോ, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നല്ലോ. ആമേൻ. ഈ സമയത്ത് വേദനയുള്ളവർ, ശരീരത്തിൽ രോഗമുള്ളവർ ഒന്ന് കൈയെടുത്ത് വെച്ച് കണ്ണുനീരിന് മറുപടി ഉണ്ട്. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണേ, കരയാൻ പറ്റത്തില്ലെന്ന് പറയണം, തീരുമാനിക്കണം. എനിക്ക് വേദന അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ യേശു ജീവിക്കുന്നു. ഗാഡ് യുവർ ഹാർട്ട്. നോക്കിക്കേ, നമ്മുടെ മൈൻഡും നമ്മുടെ കണ്ണുകളും ഒക്കെ ഒന്ന് ഷാർപ്പാക്കിക്കേ.
ഇടയിൽ വരുന്നതെല്ലാം പിശാശിന്റെ കളകളാണ്. അതിനെ നോക്കരുത്. അതിനെ നോക്കുന്നത് കൊണ്ട് ഡബിൾ മൈൻഡ് ആയി പോകുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഡബിൾ മൈൻഡ് ആയാലും കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവസന്നിധിയിൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമായി പോകുന്ന കാര്യം ഈ ഡബിൾ മൈൻഡിലാണ് നമ്മൾ. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്വപ്നം കാണുക. ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നു ഇന്നത് കാണുക. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ ചിലപ്പോൾ ദൈവം എന്നെ ഉപയോഗിക്കുമായിരിക്കും. ഒരിക്കലും ദൈവം ഉപയോഗിക്കത്തില്ല അങ്ങനെ പറഞ്ഞാൽ. ദൈവം എന്നെ ഉപയോഗിക്കും. ഇത് ഫ്യൂച്ചറാണ്. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകല കാര്യവും ചെയ്യും. ഇത് ഫ്യൂച്ചറാണ്, പ്രസന്റ് ആണ്. ആമേൻ. കൈവച്ച് രോഗികൾ കൈവച്ച് ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് കർത്താവ് നമുക്കൊരു പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടി പോവാ. കൈവച്ച് ആ പുതിയ ഇൻസുലിൻ സിസ്റ്റം, പുതിയ പാൻക്രിയാസ്, പുതിയ കിഡ്നി, പുതിയ ഹാർട്ട്, പുതിയ ബ്രെയിൻ, പുതിയ വെയിൻ, പുതിയ ബോൺസ് എല്ലാം ഉണ്ടായി വരാൻ വേണ്ടി പോകും. ഇൻ ദ നെയിം. ആ കാഴ്ചയൊക്കെ കണ്ണാടിയൊക്കെ ഊരി മാറ്റിക്ക്. കൈവച്ച് യേശുവിന്റെ അധികാരം നടുവിന്റെ മേലേക്ക് തീ കത്തട്ടാൻ പോവാ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ കണ്ണുകളുടെ മേൽ കാഴ്ച വർദ്ധിക്കാൻ വേണ്ടി പോയി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റോഷലകബനഹടദർക്കമസ്യാന്തരി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ വേദനകളുടെ മേൽ രോഗത്തിന് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. എനിക്ക് രോഗം വേണ്ട. കർത്താവിന്റെ വേദന ക്രൂശിൽ വഹിച്ചു. ഇനി വേദന വേണ്ട. യേശുവിന്റെ അടിപ്പിനാൽ സൗഖ്യം മതി. എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ യേശുവേ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി അടിയേറ്റ യേശുവേ, ഇന്നെൻ്റെ രോഗം അത്ഭുത സൗഖ്യമാകേണ്ടതിന് ആ ഉദരത്തിൽ കൈവച്ച് തലമുറകൾ ഉണ്ടായി വരാൻ വേണ്ടി പോവാ. ആ സകല വന്യതകളെ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഫലം കായ്ക്കട്ടെ. ഓ റൽഖ 2026 യേശുവിന്റെ ഉദരങ്ങൾ തുറക്കുന്ന വർഷമാണ്. റീഖമനഹടദകസ്യാന്തിരി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ പഠിച്ചിട്ടും ജോലി കിട്ടാതെ സർട്ടിഫിക്കറ്റുമായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരെ വഴി തുറക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ കുടുംബത്തിന്റെ മേൽ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. റോഷ് പിരിയാൽ മർക്കേനിയ ലംസ്തേരിയ. മെയ് മാസം 11-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുള്ള കുടുംബത്തിന്റെ അകത്ത് തലമുറയുടെ മേൽ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഡോർ തുറക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. റീഖബറ ഹസിയാന്തിരി, റീമക്കട ഹസ്മിയാന്തിരി, ലംഷക്കറാസിയാന്തിരി. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദന എടുത്തു മാറ്റുന്നു. അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശു. കണ്ണാടിയൊക്കെ മാറ്റി നോക്കിക്കേ. ആ വേദന ഒന്ന് ചെക്ക് ചെയ്തേ. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കിക്കേ. ആ വേദന അവിടെ ഇല്ല. യേശു തൊട്ടിരിക്കുന്നു. ഇപ്പോൾ സാക്ഷ്യത്തിന്റെ സമയമാണ്. ഈ സമയം സാക്ഷ്യം പറയാനുള്ള സമയമാണ്. പ്രാർത്ഥനാ വിഷയമല്ല. അതിനുവേണ്ടി സാക്ഷ്യമുള്ളവർക്ക് ഇപ്പം പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രദ്ധിച്ചേ ഒരു നിമിഷം. നമുക്ക് മാർച്ച് ഏപ്രിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു, കൺവെൻഷൻ നടക്കുന്നു. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പരിശുദ്ധാത്മാവ് തന്റെ പ്രവചനാത്മാവിലൂടെ കർത്താവ് അനേകരെ സൗഖ്യമാക്കുകയും ദൈവം അനേകരെ വിടുവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നടക്കാൻ വേണ്ടി. ഇപ്പോൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എങ്കിലും അത് പുറത്തേക്ക് ഒഴുകുന്ന വെർച്വലിൽ നിന്നും നമുക്കൊരു എന്താ പറയുന്നത്, നമ്മൾ കാണുന്ന പോലെ ഒരു ആത്മമണ്ഡലത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വെർച്വലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഫിസിക്കലിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് മാർച്ച് മാസം നിങ്ങൾ യേശുനാഥത്തിൽ കൂടി വരിക. ലീവൊക്കെ ഇപ്പോഴേ എടുക്കുക. മാർച്ച് മുതൽ ഏപ്രിൽ വരെ, മാർച്ച് 25-നും ഏപ്രിൽ 14-നും ഉള്ളിൽ നമ്മുടെ പ്രാർത്ഥന എല്ലാം ക്രമീകരിക്കുന്നത്. ലീവ് എടുക്കുക. സ്ഥലങ്ങൾ ഈ വരുന്ന ആഴ്ചയെ തന്നെ അപ്ഡേറ്റ് ചെയ്താൽ ട്രിവാൻഡ്രവും കണ്ണൂരും എറണാകുളത്ത് നമുക്ക് ഒരു ഫുൾ ഡേ പ്രയറാണ് പ്ലാൻ ചെയ്യുന്നത്. എറണാകുളത്തൊരു ഡെലിവറൻസ് മീറ്റിംഗും അന്യഭാഷാ പ്രാർത്ഥനയും. കാരണം നമ്മുടെ പ്രയർ ടവർ എറണാകുളത്താണ് വരുന്നത്. എല്ലാ മാസവും എറണാകുളത്ത് നമ്മൾ ബാക്കി എല്ലായിടത്തും പ്രാർത്ഥന നടക്കാൻ പോവുകയാണ് പ്രയർ സ്റ്റേഷൻ്റെ. എങ്കിലും എറണാകുളത്ത് പ്രത്യേക നിയോഗം തന്നിരിക്കുക ദൈവാത്മാവ്. ബാക്കി കണ്ണൂരും തിരുവനന്തപുരവും കൊല്ലമൊക്കെ ഉണ്ട്, കോട്ടയമൊക്കെ ഉണ്ട്. എങ്കിലും എറണാകുളത്ത് ഒരു സ്പെഷ്യൽ കോളിംഗ് ദൈവാത്മാവ് എന്ത് വലിയ ചെയ്യാൻ വേണ്ടി പോവുക. കർത്താവിൻ്റെ ഇടയിൽ എറണാകുളത്ത് മാത്രം ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിതയ്ക്കുക. വാരി വിതറി വിതയ്ക്കണം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാറ്. ജോലിനെ, ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. നമ്മളിന്ന് ദുഃഖവാർത്ത ഞാൻ പറഞ്ഞല്ലോ. ഒരു ബിസിനസ്സുകാരൻ, തന്നെ എല്ലാ നന്മയുള്ളൊരു ബിസിനസ്സുകാരൻ ജീവിതം അവസാനിപ്പിച്ച വാർത്ത നമ്മൾ കേട്ടു. എൻ്റെ പ്രിയരെ, ദൈവം നന്മ തരുന്നുണ്ട്. ദൈവം നമുക്ക് ആയുസ് തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അറിയാനോ പിറുപിറുക്കാനോ സമയമില്ല. കർത്താവ് തരും നന്മ. ഇന്ന് വിതച്ചവർ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി നന്മ തരട്ടെ.
അവരുടെ ജോലിന്, ബിസിനസ്സിന്. ദിനവൃത്താന്ത പുസ്തകം പറയുന്നു, ഞാൻ കർത്താവിങ്കൽ നിന്നും വാങ്ങി അങ്ങക്ക് തരുവാണ്. കണ്ടോ, നമുക്ക് കിട്ടിയ നന്മയൊന്നും നമ്മൾ നേടിയൊന്നും അല്ല പ്രിയരെ, ദൈവത്തിൽ നിന്ന് മേടിച്ച് നിനക്ക് തരുവാന്ന് പറയുന്നത്. ഇന്ന് കർത്താവിനാഥ് വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഇനിയും വർദ്ധിക്കട്ടെ, ആ ഫിനാൻഷ്യൽ ക്രൈസിസ് മാറട്ടെ, ആ സാമ്പത്തിക കുരുക്കുകൾ, കൊടുക്കൽ വാങ്ങൽ നിമിത്തമുണ്ടായ കെട്ടുകൾ ആത്മാവിൽ പൊട്ടിച്ചുവിടും, ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഈ മാസം പ്രിപ്പയർ ചെയ്യുക. ആ സമയത്ത് ചിലർ മെസ്സേജ് അയക്കും, ബ്രദർ എനിക്ക് ലീവില്ല, അത് പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കണ്ട കേട്ടോ. ലീവ് ഇല്ലെങ്കിൽ വേണ്ട, മെസ്സേജ് അയക്കേണ്ട കാര്യമൊന്നുമില്ല. ലീവ് ഇല്ലെങ്കിൽ ഓക്കെ, ലീവ് ഉള്ളവർ എടുക്കാൻ പറ്റുന്നവരൊക്കെ ലീവ് എടുക്കുക. കാര്യം മിസ്സാക്കരുത്. ദൈവ ഹൃദയപ്രകാരം കൈവെപ്പ് ശുശ്രൂഷയുണ്ട്. ദൈവം ആരുടെ മേലാണോ അങ്ങനെ ഒരു നിയോഗം തരുന്നത്, കൈവെപ്പ് ശുശ്രൂഷകൾ കാണും. ഒരാത്മാവിന്റെ പകർച്ച പരിശുദ്ധാത്മാവ് ചെയ്യും. അതുകൊണ്ട് മിസ്സാക്കരുത്. ഞാൻ ആരെയും വലുതായിട്ട് ഫോഴ്സ് ചെയ്യുന്നില്ല. കാര്യം ഈ ഫോഴ്സ് ചെയ്ത് വരുന്നവരുടെ ഹൃദയത്തിൽ പ്രേരണ നടക്കട്ടെ. പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവേ എനിക്ക് ആ പ്രാർത്ഥനയിൽ പോകാൻ നിയോഗം ഉണ്ടോ, എന്നെ അയക്കണേ എന്ന്. ദൈവം നിങ്ങളെ അയക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളവര്, പ്രാർത്ഥനാ വിഷയമല്ല, വേഗത്തിൽ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞോ വേറെ. ഞാൻ 28-ാം തീയതിയെ കോട്ടയത്ത് നടന്ന ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അന്ന് എന്നോട് പറഞ്ഞു, അഖിലിന്റെ ഭവനത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, ഗിദയോനോട് ദൈവം സംസാരിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തമ്പുരാൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഗിദയോനോട് സംസാരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ന്യായാധിപൻ 6:34 എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വാക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. ഗിദയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു തീരുകയും ദേവദാസൻ ഗിദയോനോട് ദൈവം സംസാരിച്ചതുപോലെ തന്നെ എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഓ യേശുവേ. ഈ പ്രസാദ് ബദർ ആയിരുന്നു അവിടെ മുണ്ടെടുത്തിരുന്നത്. അതെ അതെ അതെ. നേരിൽ അപ്പോഴാ കണ്ടതോട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ കാര്യം നിങ്ങൾ എല്ലാവരും വോയിസ് കേൾക്കുന്നുണ്ടെങ്കിലും നേരിൽ കാണുന്നത് അപ്പോഴാണ്. അപ്പൊ പ്രസാദ് ബദറോട് സംസാരിച്ചല്ലേ മോഹന്റെ കാര്യം? ഞാൻ ന്യായാധിപന്റെ പുസ്തകം അതിന്റെ 6:34 ഗിദയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് എന്റെ ഹൃദയത്തിൽ പറഞ്ഞപ്പോഴാണ് പാസ്റ്റർ പറഞ്ഞത്, ഗിദയോനെ ദൈവം സംസാരിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തമ്പുരാൻ പോവുകയാണ്. അത് വലിയൊരു കൺഫർമേഷൻ ഉണ്ട് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ. അതായത് ലൈവ് മീറ്റിംഗ് ആയിരുന്നു അല്ലേ, നമ്മൾ വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു. ബ്രദർ എനിക്ക് വന്നത് ഏറ്റവും ബാക്കിലിരുന്നു അല്ലേ. അപ്പം ഈ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മ മോഹന്റെ പേര് വെളിപ്പെടുത്തി. അതുകൂടാതെ ഗിദയോന്റെ വിളിയുമായി ബന്ധപ്പെട്ടു. ഈ കർത്താവ് വലിയ വിളിയാ കേട്ടോ. അത് മിഥ്യാസൈന്യത്തെ നീ ഒറ്റയാളായി നിന്നുകൊണ്ട് വിടിവിക്കുമെന്ന് പറഞ്ഞത്. എന്റെ അർത്ഥം കർത്താവ് ഇന്ന് ചിലതിന്റെ മേൽ പടകളുടെ മേൽ ഒറ്റയാളാക്കി തമ്പുരാൻ അയക്കാം. ഏതാ വിളി? ഗിദയോന്റെ വിളി, ഒറ്റയാളായി നിർത്താൻ വേണ്ടി. പാസ്റ്ററെ, അതെ, ഞാൻ പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ വന്നിട്ട് എനിക്ക് ഇരിക്കാൻ മേലാത്തൊരു അവസ്ഥ വന്നിട്ട് പിന്നെ ഞാൻ അത് ഡേറ്റ് സഹിതവും വർഷവും എഴുതി വെച്ച് മൊബൈലിൽ നിന്ന് കേട്ടതായ പ്രവചന ദൂതിനെ അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ച് ആമേൻ പറഞ്ഞു വെച്ച് എഴുതി വെച്ചിരിക്കുക. അത് ഇത്ര കറക്റ്റായിട്ട് ഞാൻ അത് പറയാൻ ഇടയായത്. ആമേൻ ആമേൻ. തീർച്ചയായിട്ടും അത് കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമാണ്. ഇനിയും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ബ്രദർ. ഊട്ടി ഉറപ്പിക്കുന്ന തമ്പുരാനാണ് നമ്മുടെ ദൈവം. ഒരു നിമിഷം, നാളെ നമ്മുടെ പ്രാർത്ഥന. പറഞ്ഞു പറഞ്ഞു രഘുന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. അതെന്റെ അച്ഛനായിരുന്നു. എന്റെ അച്ഛനാണെങ്കിൽ ഞാൻ ജനിച്ച നാള് തൊട്ട് സത്യം പറഞ്ഞ ഒരുപാട് ദുഃഖത്തിലൂടെയാണ് ഞാനായിരുന്നു. അത് ഞാനാണ്. എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു. കുഞ്ഞുനാള് തൊട്ട് 9 വയസ്സ് തൊട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖത്തിന് ഒരുപാട് ഭയങ്കര ഉപദ്രവകാരിയൊക്കെ ആയിരുന്നു. അച്ഛനിപ്പോ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. ഇപ്പോ കുറച്ചു ദിവസം മുമ്പ് അച്ഛനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, അച്ഛന്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെ ഒരു വാക്ക് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ഭാരപ്പെടുത്തിയായിരുന്നു. അത് ആ വിഷയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ബ്രദറെ. അച്ഛന്റെ വിഷയം എന്നെ ഭയങ്കരമായിട്ട് ഒരു വിഷയം പറഞ്ഞ് ഭാരപ്പെടുത്തി.
അപ്പോ ആ വിഷയം വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രഘു എന്ന് പറയുന്ന എന്റെ ഏറ്റെടുത്ത അച്ഛനായിരുന്നു. കർത്താവ് അത് വലിയൊരു സമാധാനമാക്കി തമ്പുരാൻ മാറ്റും. ഓരോ ദൈവിക ആലോചന പിന്നിൽ നമുക്ക് ഓരോ വിടുതലുണ്ട്. സ്വീകരിച്ചോണം. ആമേൻ പറഞ്ഞ ദൂതിനെ സ്വീകരിച്ചോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പ്രവചന ആലോചനയോടെ തമ്പുരാൻ നമ്മൾ ഉറപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിൽ രാത്രി കാണത്തില്ല. കാര്യം പകല് നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് UK നടക്കുന്നുണ്ട്. അപ്പം നാളെ നാളത്തെ ചിലപ്പോൾ ആ മീറ്റിംഗ് ആയിരിക്കാം. ഈവനിങ് ചിലപ്പോൾ ഫ്രീ ആകാൻ സാധ്യത കുറവാണ് നമ്മുടെ സൂം മീറ്റിങ്ങിൻ്റെ ടൈമിൽ. അപ്പം അതുകൊണ്ട് രാവിലെ മുതൽ ഇന്ത്യൻ സമയം വരുന്നത് ഏകദേശം വൈകുന്നേരം 4:30 സമയത്തായിരിക്കും നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത്. ഇന്ത്യൻ സമയം UK ടൈമിൽ 10:30 മുതൽ, ഇന്ത്യൻ സമയം 11 മണിയും UK ടൈം 10 മണി മുതലുമായിരിക്കും. ഞാൻ ലിങ്ക് അയക്കുന്നതായിരിക്കും. ഇന്നും നാളെയും ആ മീറ്റിംഗ് നടക്കുന്നുണ്ട്. UK അതിൽ പങ്കുചേരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കത് കൂടാതെ ഈ സഹോദരന്മാർക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സൂമിൽ കൂടുന്ന സഹോദരങ്ങൾ, അത് നിങ്ങൾക്ക് ഏജ് വ്യത്യാസമൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും സഹോദരന്മാരാണ്. വുമൻസ് മീറ്റിംഗ് അല്ല, സഹോദരന്മാരാണ്. അവർക്ക് പങ്കുചേരാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഡേറ്റും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു കേൾക്കാമോ? പറഞ്ഞു. പ്രൈസ് ലോർഡ്. കോട്ടയത്തുണ്ടായിരുന്ന പ്രയർ സ്റ്റേഷനിൽ ബ്രദർ ആലോചന പറഞ്ഞല്ലോ, ബിജുവിന്റെ ഭവനത്തിൽ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോകുന്നുവെന്നേ. എന്റെ പേര് ബിജു എന്നാണ്. ആ ആലോചന ഞാൻ ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തു ബ്രദർ. യേശുവിനകത്ത് കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഞാൻ ആ സൂം മീറ്റിംഗിൽ തീരുന്നവരെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫോൺ അൺമ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കൊല്ലത്ത് വെച്ച് നടന്ന പ്രയർ സ്റ്റേഷനിലും എനിക്ക് സൂം മീറ്റിംഗ് പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ യൂട്യൂബിലൂടെ കണ്ടിരുന്നു. കൊല്ലത്ത് വെച്ച് നടന്ന മീറ്റിംഗിലും ബ്രദർ ആലോചന പറഞ്ഞല്ലോ, ബിജു എന്ന് പറയുന്ന ഭർത്താവുള്ള വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. അതിനെ ഞാൻ ഏറ്റെടുക്കുകയാണ്. നന്ദി യേശുവേ, നന്ദി. ഗോഡ് ബ്ലെസ് യു ബ്രദർ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എന്തോ ഷാരോൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് പറഞ്ഞില്ലേ, ഷാരോൺ, എന്റെ ചേച്ചിയുടെ മോനാ ഷാരോൺ. അവന് ചെവിക്കൊക്കെ ഭയങ്കര ഒരു ചെറുപ്പം മുതലേ ഭയങ്കര കുഴപ്പമുണ്ടായിരുന്നു. ചെവിക്ക് പഴുപ്പ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. തണുപ്പടിക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ കുറച്ച് ഫൈനാൻസിന്റേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. ചേച്ചി അപ്പൊ എപ്പോഴും അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ അടയാളം പറഞ്ഞത് ശരിയാ. അടുക്കളയില് അടവശത്ത് പച്ചച്ചട്ടിയില് അവള് ഒരു ഇത് നട്ടിട്ടുണ്ടായിരുന്നു, ചെടി. ഓ സ്വോത്രം. അതൊരു കൺഫർമേഷൻ. മകന് വേണ്ടി പ്രാർത്ഥിച്ച രോഗമല്ല, അത് രോഗശക്തിയാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വിടുതലുണ്ട്. അവന്റെ കൂടെ പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സൗഖ്യമാക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. മെയ് 11 ഒരു തലമുറയുള്ള ഒരു കുട്ടിയെ പറ്റി പറഞ്ഞല്ലോ ഇപ്പോഴും. മെയ് 11 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത്. അതെന്റെ മകളാണ്. പിന്നെ കഴിഞ്ഞിട്ട് പഠിക്കുന്ന മോളാണ്. ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ബ്രദർ പറഞ്ഞു. മെയ് 11 ജനിച്ചത് മോളാണോ? മോള് മെയ് 11 ജനിച്ചത്. ആ കുടുംബത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലി നന്മ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോന്ന് പറഞ്ഞണം. അപ്പൊ ആരാണോ ആ മോളുടെ ഭവനത്തിൽ ഇരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കൈവച്ച് സ്വീകരിച്ചോളാൻ പറ കേട്ടോ. ആ എന്തോ പറഞ്ഞു. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ. പറഞ്ഞു. ഞാൻ എന്റെ നെഞ്ചിന്റെ അവിടെ ഒരു മുഴ പോലെ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. സിസ്റ്റർ ഇന്ന് 6 മണിക്കത്തെ മീറ്റിങ്ങിന് ഞാൻ കയറിയായിരുന്നു. ആ കയറിയ സമയത്ത് ഞാൻ ഇങ്ങനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പം കാണാനില്ല. അത് ഇപ്പം സാക്ഷ്യം പറയാൻ ഒത്തു. എന്റെ ഓ സ്വോത്രം. എത്ര നാളായിട്ടുണ്ടായിരുന്ന മുഴയായിരുന്നത്? കൊറേ നാളായിട്ടുണ്ടായിരുന്നു. എന്നാൽ എത്ര നാള്? കൊല്ലത്ത് ഒരു കൊല്ലത്തോളം ആയിരുന്നു. ചെറിയൊരു മുഴയായിരുന്നു. ഇത് വലിയൊരു അത്ഭുതമാണ്. 1 കൊല്ലമായിട്ട് നെഞ്ചിന്റെ അവിടെ മുഴയുണ്ടായിരുന്നു. 1 കൊല്ലമായിട്ടുണ്ടായിരുന്ന മുഴയാണ്. ഇന്ന് നമ്മുടെ വുമൻസ് മീറ്റിംഗില്, ശുശ്രൂഷയില്, രോഗസൗഖ്യ പ്രാർത്ഥനയില് ഇന്ന് സഹോദരി അത് പിടിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടില്ല. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ആ വേദന, ആ മുഴയുള്ള സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ സഹോദരി പറയാണ് ആ മുഴ ഇപ്പൊ അവിടെ ഇല്ല, അല്ലേ?
ഇല്ല ഇല്ല ഓ ഇല്ല. യേശുവേ, ഒരു വർഷമായിട്ടുണ്ടായിരുന്ന മഴ അപ്രതീക്ഷമായി പോയി. ഇത് കർത്താവിന്റെ അത്ഭുതമാണ്. ഗോഡ് ബ്ലസ് യു. ഈ സാക്ഷ്യം ആനയോട് പറയണം, യേശു എന്റെ മഴ മാറ്റിയെങ്കിൽ അനേകരുടെ മഴകളെയും രോഗങ്ങളെയും മാറ്റാൻ ശക്തനാണ്. ധൈര്യത്തോടെ പറഞ്ഞോണം, യേശുവിന്റെ സാക്ഷിയാകുക കേട്ടോ. ഗോഡ് ബ്ലസ് യു, ആമേൻ ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ആമേൻ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും പ്രൈസ് ഉണ്ടോ? ദി ലോർഡ്. പറഞ്ഞു. ബ്രദറെ എന്തോ പ്രൈസ് ദി ബ്രദറെ ലോർഡ്. എന്തോ ബ്രദറെ, എനിക്കൊരു അത്ഭുത സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. കോട്ടയത്തെ മീറ്റിങ്ങിന് കോട്ടയത്ത് എന്നെയും ദൈവം അത്ഭുതകരമായി ദൈവനാമത്തിന് എഴുന്നേൽപ്പിച്ച്, അപ്പൊ ഞാൻ കോട്ടയത്തെ മീറ്റിങ്ങിന് തൊട്ട് മുമ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദറും അവിടെ നിന്ന് ദൈവം ഒരുക്കിയതാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥനാ റൂമിൽ വലിയൊരു അന്തരീക്ഷം വെളിപ്പെട്ടു. തീ ഇറങ്ങി. എനിക്ക് നിർത്താൻ പറ്റാത്ത ലെവലിലായി. ഞാൻ അങ്ങനെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് 80 വയസ്സുള്ള മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങള് 15 വർഷമായി ദൈവസന്നിധിയിൽ വന്നിട്ട്. അപ്പൊ പഴയ വിഗ്രഹത്തെ ഒക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ മാതാവ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർക്കാറുണ്ട്. അത് എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ആത്മീയ ജീവിതത്തിലും എനിക്കൊരു പ്രയാസമായിരുന്നു. ഞങ്ങളെല്ലാം വന്നിട്ടും വർഷ മീറ്റിങ്ങിന് ഞാൻ ആദ്യം രാവിലെ തന്നെ പ്രാർത്ഥിച്ച് ബ്രദറിന്റെ കൂടെ കയറി. ശുശ്രൂഷയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തീ എൻ്റെ ഭവനത്തിന്റെ മേലിറങ്ങി. അപ്പോൾ ഒരു അമ്മച്ചി ഷോൾഡർ പെയിൻ ആയിട്ട് 3 വർഷമായിട്ട് ഭാരപ്പെട്ടു എന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് സൗഖ്യം കിട്ടിയ സമയത്ത് ഞാൻ പോയേക്കാമേന്നൊരു അലർച്ച കേൾക്കാം അമ്മയുടെ റൂമില്. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ കിടന്ന് പെടയുക. ഹല്ലേലൂയ. ആ പിശാജ്, ഈ 15 വർഷം കൊണ്ട് കൂടിയിരുന്ന പിശാജ് ആ നിമിഷം തന്നെ വിട്ടുപോയി. എൻ്റെ ഭവനത്തിൽ ഒരു വലിയ മിറക്കിൾ ആ മീറ്റിങ്ങിൽ സംഭവിച്ചു. ഞാൻ ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. വിശേഷാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട കർത്തദാസനോടും നന്ദി പറയുന്നു. ഞാൻ ഈ മീറ്റിങ്ങിൽ കയറി അന്ന് മുതൽ വരെ എൻ്റെ ജീവിതത്തിൽ എന്നും അത്ഭുതം മാത്രമേ ഉള്ളൂ. ആരെല്ലാം പ്രാർത്ഥിച്ചിട്ട് നീങ്ങി പോകാത്തത്. ഞാൻ ഈ ഓൺലൈനിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കോട്ടയത്ത് നടന്ന മീറ്റിങ്ങിൽ ഒരു വലിയ മിറക്കിൾ, ഒരു തീ എൻ്റെ മേലെ ഇറങ്ങുവാൻ ദൈവം യേശുവേ, ഇത് വലിയൊരു അത്ഭുതമാണ്. വീണ്ടും ഇത് വലിയൊരു അത്ഭുതമാണ്. പ്രിയ സൗകര്യം പറഞ്ഞ 15 വർഷമായിട്ടുണ്ടായിരുന്ന ദുരാത്മാവ് ശക്തി ആ കുടുംബത്തിൽ നമ്മുടെ കോട്ടയം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനിൽ കൂടിക്കൊണ്ടിരുന്നതാണ്. ആ മാതാവിന്റെ മേലിൽ നിന്നും ആ ശക്തി അലറി വിളിച്ച് ഇറങ്ങിപ്പോയ ദുരാത്മ ശക്തി ആ കുടുംബത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതാണ്. ഇനി മുതൽ ശ്രദ്ധിച്ചോണം, ഇത്രയും നാളും കുടിയിരുന്ന ശക്തി ഇറങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി പോവാണ്. അതിന്റെ നന്മയും ഉയർച്ചയും കാണാൻ വേണ്ടി പോവാണ്. യേശുവിനെ അത് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇനിയും ആ ബാംഗ്ലൂർ പട്ടണത്തിന്റെ മേൽ വലിയൊരു വെളിച്ചമായി തീരട്ടെ. അനേകര് വന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരു കുടുംബമായി ഇത് തീരട്ടെ. ഞാൻ അങ്ങനെ തന്നെ റിലീസ് ചെയ്യുന്ന അനേക ഭൂതബാധിതരെ വിടുവിക്കുന്നവരായി തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഓ ലോർഡ് ജീസസ്, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആത്മാവിൽ ശക്തിപ്പെടും കേട്ടോ. കർത്താവിന്റെ വലിയ സാക്ഷിയായിട്ട് മാറും കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദർ പത്മനാഭൻ എന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാളെന്ന്. ആ ആളിന്റെ മകന്റെ മകൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതിന്റെ മകൻ പാമ്പ് കടിച്ച് മരിച്ച്. അയാളുടെ ഭാര്യ അറ്റാക്ക് മരിച്ച്. ഇനി ഒരു പെൺതലമുറ മാത്രമേ ആ കുടുംബത്തിലുള്ളൂ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. യേശുനാഥത്തിൽ അതിനെ പിടിച്ചു കെട്ടുവാൻ നിങ്ങളുടെ മേൽ പ്രാർത്ഥനയുടെ അഭിഷേകമുണ്ട്. ദൈവം അത് ആത്മാവിൽ ഈ ആലോചന സ്വീകരിച്ചോണം. ആമേൻ പറഞ്ഞ് ആ അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് പൊതിയും കേട്ടോ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അതിനെ വിടിവിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, അലക്സിന് വേണ്ടി, അലക്സിന്റെ പേര് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ കോട്ടയത്തെ പ്രാർത്ഥനയിൽ വന്നപ്പോഴത്തേക്കിന് അലക്സിന്റെ പേര് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമേ ബ്രദർ പറഞ്ഞത് ഒരു ഏപ്രിൽ മാസം 14-ാം തീയതി ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴ് ഈ ഏപ്രിൽ മാസം 14-ാം തീയതി ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്റെ മനസ്സിനകത്ത് വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞ് 12-ാം തീയതി എക്സാം കഴിഞ്ഞിട്ട് ആ ഒരു പിന്നീടുള്ള ആ ഒരു ഡേറ്റ് ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അലക്സ് എന്നോട് പറയാ, ബ്രദർ ഏപ്രിൽ മാസം 14-ാം തീയതി പറയുന്നത്
അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. കൺഫർമേഷൻ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു മോന്റെ. മോന്റെ ആ. അതിൽ അപ്പം അത് കഴിഞ്ഞാണ് അലക്സിന്റെ പേര് വെളിപ്പെടുത്തുന്നത്. ആമേൻ. അതിൽ കൺഫർമേഷൻ ഉണ്ട്. പലപ്പോഴും ഞാൻ അത് പറഞ്ഞില്ല, കഴിഞ്ഞ് ബ്രദർ അലക്സിന്റെ പേര് വെളിപ്പെടുത്തുമായിരുന്നു. അത് ഈ അലക്സ് പറഞ്ഞോ. പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം അല്ലേ, ഏപ്രിൽ മാസം ഏപ്രിൽ 14 എന്നുള്ള ഡേറ്റ് ആദ്യം വെളിപ്പെട്ട് അതിനുശേഷം അലക്സ് എന്നുള്ള പേര് വെളിപ്പെട്ടല്ലേ? 14 പറഞ്ഞത്. അലക്സ് നോട്ട് ചെയ്തായിരുന്നു. അലക്സ് ഉണ്ടായിരുന്നു. 14 എന്ന് പറയുന്ന സമയത്ത് ഞാൻ അലക്സിന്റെ പേര് വെളിപ്പെടുത്തണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമേ ഏപ്രിൽ 14 എന്ന് പറഞ്ഞിട്ട് അലക്സിന്റെ പേര് വെളിപ്പെടുത്തുന്നത്. അത് വലിയൊരു കൺഫർമേഷൻ സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ അലക്സിനെ തന്നെ പരിശുദ്ധാത്മാവ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. കാര്യം അലക്സിന്റെ പേര് മാത്രമല്ല, ഒത്തിരി അലക്സുമാരുണ്ട്. പക്ഷേ ഈ 14 എന്നുള്ള ഡേറ്റ് വെളിപ്പെട്ടത് അലക്സിന് വേണ്ടി തന്നെ ഉള്ളതാണ്. ആ വ്യക്തിയുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അവരുടെ ലൈഫുമായിട്ട്, വൈഫും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു വഴി തുറക്കാൻ വേണ്ടിയാ കേട്ടോ. ആ വെഡിങ്ങും ഒരു ബ്ലെസ്സിങ്ങിന്റെ ഒരു സൈൻ ആണ് കാണിക്കുന്നത്. കുടുംബമായിട്ട് നന്മ കാണാൻ വേണ്ടി പോവാ കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം തന്ന പ്രവചന ആലോചനയ്ക്കായി നന്ദി പറഞ്ഞാട്ടെ. യേശുവെ നന്ദി അപ്പ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവാനെ എന്തോ പറഞ്ഞു പറഞ്ഞു ബ്രദറെ തടങ്ങൂരിന്ന് വിളിക്കുന്നത് ലീനയാണ്. പറഞ്ഞു. ബ്രദറെ, എന്റെ കുഞ്ഞിന് ഒരു 2 വയസ്സുള്ളപ്പോൾ അവന്റെ ചേട്ടനുമായിട്ട് കളിച്ചോണ്ടിരുന്നപ്പോൾ ഇറുക്കിൽ അവന്റെ ചെവിക്കകത്ത് എന്നെ കുത്തിയിട്ട് എന്ത് കളിക്കുകയാണെ. അപ്പൊ അപ്പോഴത്തന്നെ ബ്ലഡ് എല്ലാം ഒഴുകി ഞങ്ങൾ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി. ആ ടൈം മുതല് ബ്രദറെ കുഞ്ഞിന്റെ ചെവി എല്ലാം ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ വരുന്ന ഒരു അനുഭവമായിരുന്നു. ചെവിക്കകത്തുനിന്ന് പഴുപ്പൊലിക്കുന്ന ഒരു അനുഭവമായിരുന്നു ബ്രദറെ. ഒരു 3 മാസത്തിന് മുമ്പ് ബ്രദർ ഇങ്ങനെ അലെന്നുള്ള പേര് വെളിപ്പെടുത്തിയായിരുന്നേ. അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോ ഉണ്ടല്ലോ ബ്രദറെ, ആ കംപ്ലീറ്റ് ആ പഴുപ്പ് വേദന എല്ലാം അവന്റെ ചെവിയിൽ നിന്ന് മാറി. കർത്താവ് പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നു. അവന്റെ പേര് ദൈവം വെളിപ്പെടുത്തിയായിരുന്നല്ലേ? അതെ, ഇപ്പൊ ഒരു 16 വർഷമായി ബ്രദറെ. എന്റെ യേശുവേ, നിങ്ങൾ കേട്ട ഇത് വലിയൊരു സാക്ഷ്യമാണ്. 14 വർഷമായിട്ടുണ്ടായിരുന്ന ചെവിയിലെ പഴുപ്പും ബുദ്ധിമുട്ട് രോഗമായിരുന്നു. അവന്റെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി. അലൻ അല്ലേ? കണ്ടോ, അലൻ എന്നുള്ള പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തിയോണ്ട് ദൈവം അവനെ തൊടുവാന്ന് പറഞ്ഞു. അവര് പോയി ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഇപ്പൊ ആ പഴുപ്പുമില്ല. 14 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല അല്ലേ? യേശുവിന്റെ അത്ഭുതത്തിന് നന്ദി കർത്താവേ. അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. ദൈവം പേര് ചൊല്ലി വിളിച്ച് പ്രവചിക്കുന്ന ദൈവമാണ്. കർത്താവിനായി നന്ദി പറയുന്നു. യേശു ജീവോണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന വളരെ സീരിയസ് ആയിട്ട് കാണും. ഇപ്പൊ അവര് പറഞ്ഞു കേട്ടില്ലേ, കുഞ്ഞുനാൾ തുടങ്ങി അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ രോഗിയാക്കാൻ നോക്കിയ പിശാചായിരുന്നു അവന്റെ മേൽ സൗഖ്യമാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഹലോ, ഇന്നലത്തെ പ്രാർത്ഥനയില് എനിക്ക് ഭയങ്കര നടുവേദനയും പെടലിക്ക് ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ. എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു, അതുപോലെ വേദനയായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോ ആ വേദന പോയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്കിന്ന് ആരാധനയ്ക്കൊക്കെ പോയി ചെന്ന് പള്ളിയിലൊക്കെ ഇരുന്നപ്പോ എനിക്ക് ഇരിക്കാൻ വയ്യ, ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ വൈകിട്ടത്തെ ആ മീറ്റിങ്ങില് എനിക്ക് എന്റെ തലയങ്ങ് പൊട്ടുമായിരുന്നു ആ സമയം. അപ്പൊ ആ മീറ്റിംഗ് സമയത്ത് പ്രാർത്ഥനയ്ക്ക് കയറിയപ്പം ഇപ്പം പൂർണ്ണമായിട്ടും എനിക്ക് ആ തലവേദന വിട്ടുമാറി സൗഖ്യമായിരിക്കുന്നു. ഇല്ല, ഒട്ടുമില്ല, തലവേദന ഇല്ല. നടുവേദന, പൂർണ്ണ സൗഖ്യം. തലവേദന കർത്താവ് അത് പൂർണ്ണ സൗഖ്യത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ. എന്തോ പറഞ്ഞു. ഹലോ ബ്രദറെ. എന്തോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, ഇവിടെ കൊല്ലത്ത് പ്രാർത്ഥന നടന്ന സമയത്ത് ഒരു ഗീതു നീതു എന്ന പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ആരും ഏറ്റെടുത്തില്ല. അത് ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ അനിയത്തിയാണ് നീതു, എന്റെ പേര് ഗീതു എന്നാണ്. ഏറ്റെടുത്ത സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്ന സഹോദരങ്ങളെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടി പോകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. അതെ, എനിക്ക് ഒരു കൊല്ലായി ഞാൻ ഈ സൂമില് കയറുന്നത്. അന്ന് മുതല് കയറി കുറച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോ അത് മാറും. അങ്ങനെ
അത് ഇന്ന് വരെ അങ്ങനെ. ആമേൻ. ഇനിയും കർത്താവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ മേൽ രോഗത്തെ കയറ്റാതെ വണ്ണം വചനം കൊണ്ട് തമ്പുരാൻ പൊതിയുന്നത് കൊണ്ടാണ് സിസ്റ്ററെ. അപ്പൊ കൂടുതൽ വചനവുമായിട്ട് ചേർന്നോണം തമ്പുരാൻ ഫ്യൂച്ചർ എന്ന് കേട്ടതുപോലെ അകത്തുനിന്ന് ജീവൻ ഒഴുകും കേട്ടോ. ഫ്യൂച്ചർ അനുഗ്രഹം ഒഴുകും. ഗോഡ് ബ്ലസ് യു. കർത്താവൻ എന്ത് തടസ്സം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറി കിട്ടാണ്. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്ന സിസ്റ്ററെ. കൂടുതൽ ബലപ്പെട്ടോണേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? ഇതിൽ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഇപ്പം ഹലോ പറഞ്ഞു. പ്രീസിലോട് ഇത് മത്തായിയായിട്ട് കൺസേണുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഇന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയായിരുന്നു. ആ പ്രോപ്പർട്ടിയോട് ചേർന്നാണ് എൻ്റെ പ്രോപ്പർട്ടികൾ. വർഷങ്ങളായിട്ട് അതിന് കേസ് കൊടുത്ത് കേസിനെ അവര് ഹാറസ് ചെയ്തോണ്ടിരിക്കുക. അതിപ്പം പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും വെറുതെ കേസ് കൊടുത്തോണ്ട് കേസ് തള്ളി പല പ്രാവശ്യം പോയി. എന്നിട്ടും അങ്ങനെ കേസ് കൊടുത്ത് എനിക്ക് അങ്ങനെ ഇന്ന് അതിന്റെ മേൽ വിടുതൽ ഉണ്ടാകാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമായിട്ട് തമ്പുരാൻ മാറ്റാൻ വേണ്ടി ഇപ്പൊ പ്രാർത്ഥിച്ചോണം. ഈ ആലോചന സ്വീകരിച്ച് എല്ലാ ദിവസവും കൽപ്പിച്ചോണം. ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോവാന്ന് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ പറഞ്ഞു. ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് ആർത്രൈറ്റിസും വെരിക്കോസും ആയിട്ട് ഒരു 5 മിനിറ്റ് പോലും നിൽക്കാനും പറ്റുന്നില്ല, കാല് കുത്തി നടക്കാനും പറ്റുന്നില്ല. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ മേൽ യേശുവെ ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ രോഗം യേശു, എന്റെ കൂടെ പറയാം, എന്റെ രോഗം യേശു ക്രൂശിൽ അനുഭവിച്ചതാ. എന്റെ വേദന, എന്റെ രോഗം, എന്റെ ഞരമ്പ്, എന്തൊക്കെ പ്രോബ്ലമാണ് അതെല്ലാം യേശു ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ആശ്വാസമല്ല, അത്ഭുതമാണ്. അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്. റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ രോഗശക്തിയെ പുറത്താക്കുന്നു, അത്ഭുതത്തെ തുറക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. സമയം മുന്നോട്ട് ഒത്തിരി പോയി. നമുക്ക് ബാക്കി സാക്ഷ്യങ്ങളെ പിന്നെയും കേൾക്കാം. കർത്താവ് അപ്പം നാളത്തെ നമ്മുടെ പ്രാർത്ഥന സൂമിൽ തന്നെയാണ്, പക്ഷെ ടൈം വ്യത്യാസമുണ്ട്. നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് UK നടക്കുന്നത് കൊണ്ട് വൈകിട്ട് ടൈം ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമുക്കത് ടൈം ഒത്തുവരാൻ സാധ്യത കുറവായിരിക്കും. അത് തീരുന്ന സമയം എനിക്ക് അറിയത്തില്ലെങ്കിലും കർത്താവ് നിങ്ങളെ സകല സൂമിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ അയക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നടത്തട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ ഉണ്ടായി വരും. ദൈവം അത് തരും. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ എല്ലാ വചനത്തിനും ആലോചനയ്ക്കും സാന്നിധ്യത്തിനും അത്ഭുതത്തിനും പ്രവചനത്തിനും എല്ലാത്തിനുമായി ഞാൻ യേശുക്രിസ്തുവിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഏറ്റവും